പ്രത്യാശ വിടുതലുകളെ കൊണ്ടുവരും. എന്നാൽ വിടുതലുകളെ മാത്രമല്ല പ്രത്യാശ കൊണ്ടുവരുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. എന്നിട്ട് പറയുകയാണ്, അത് നിശ്ചയവും അത് സ്ഥിരവും അത് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് നമ്മളെ കടക്കുന്നതുമാകുന്നു. ഇവിടെ പ്രത്യാശയെ ഒരു നങ്കൂരമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. ഇവിടെ പ്രത്യാശ നങ്കൂരമാകണമെങ്കിൽ പൗലോസ് എബ്രായർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തീയ ജീവിതത്തെ ലോകമാകുന്ന സമുദ്രത്തിൽ കൂടെ നിത്യത എന്ന ശോഭന തീരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഭക്തൻ്റെ സമുദ്ര പ്രയാണത്തോട് ഉപമിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ലോകമാകുന്ന വലിയ സമുദ്രത്തിൽ കൂടെ നമ്മളൊരു ചെറിയ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ഒത്തിരി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വാഗ്ദത്തം കേട്ട് യാത്ര ചെയ്തു. പക്ഷേ യാത്രയുടെ മധ്യത്തിൽ വെച്ച് പലപ്പോഴും യാത്ര നമ്മൾ ആഗ്രഹിച്ചതല്ല, നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല ദൈവമക്കളായി തീർന്നത്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഒരു ദൈവപൈതലാകാൻ. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ദൈവമക്കളായവരുണ്ടോ? ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ ആഗ്രഹത്തിൻ്റെ വിത്ത് ദൈവം നമ്മുടെ അകത്ത് അത് സീഡ് ചെയ്തത് ദൈവമാണ്. ആമേൻ. അത് സീഡ് ചെയ്തത് ദൈവമാണ്. ആമേൻ. യേശു കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞ് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അവർ പറഞ്ഞു, കർത്താവേ ഇന്നിപ്പം പോകണോ? സന്ധ്യയായി, നമുക്ക് അല്ലെ കർത്താവും കൂടെ വാ. അവിടെ പറയുന്നത് കർത്താവ് അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. കർത്താവ് ഫോഴ്സ് ചെയ്ത് തള്ളിവിടുകയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി കർത്താവിനെ അനുഗമിച്ചവരാ. അതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാ എത്ര മധുരമെന്ന് പറഞ്ഞത്. ഇങ്ങനെ അക്കരെ ദൈവ നഗരത്തെ നോക്കി യാത്ര ചെയ്യുക. പക്ഷേ ഈ യാത്ര ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ നടുക്കടലെത്തിയപ്പോൾ കാറ്റ് പ്രതികൂലമായി. ഈശാനമൂലൻ ഇങ്ങനെ അടിച്ച് കയറുകയാ. തിര ഇങ്ങനെ ഉയർന്നു വരികയാ. കടലിങ്ങനെ അലറുകയാ. കപ്പിത്താൻ പെട്ടെന്ന് നോക്കി, അടുത്തെവിടെയെങ്കിലും ഒരു തീരം കാണാൻ കഴിയുന്നുണ്ടോ? ഒരു തീരവും കാണാൻ കഴിയുന്നില്ല. അടുത്തെവിടെങ്കിലും ഒരു ദ്വീപ് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു ദ്വീപും കാണാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ കൂടെ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഇതുപോലെ ചില സാഹചര്യങ്ങളൊക്കെ കടന്നു വരും. ഒരു ദ്വീപും കാണത്തില്ല, ഒരു തുരുത്തും കാണത്തില്ല, ഒരു തീരവും കാണത്തില്ല, ആശ്രയിപ്പാൻ ഒരുത്തരും കാണത്തില്ല. ലോകമാകുന്ന സമുദ്രത്തിൻ്റെ നടുക്കടലിൽ, ലോകമാകുന്ന കടലിൻ്റെ നടുവിൽ, ആ നടുക്കടലിൽ എത്തുമ്പോൾ ഈശാനമൂലൻ വീശി അടിക്കുമ്പോൾ, കപ്പലാടി ഉലയുമ്പോൾ, തിരകൾ കപ്പലിനകത്തേക്ക് നുരച്ച് പൊങ്ങിക്കയറുമ്പോൾ, ഈ കപ്പൽ ഈ കടലിൽ താഴുമെന്ന് പറയുമ്പോൾ, കപ്പലിന് വിരോധമായി കാറ്റ് വീശുമ്പോൾ എന്താ കാറ്റ് പറയുന്നതെന്നറിയാമോ? ഞാൻ നിന്നെ ഇവിടെ മറിച്ചിടും, ഞാൻ നിന്നെ ഇവിടെ മറിച്ചിടും. കടലെന്താ പറയുന്നതെന്നറിയാമോ? ഞാനിപ്പോൾ നിന്നെ വിഴുങ്ങും, ഞാനിപ്പോൾ നിന്നെ വിഴുങ്ങും. ഇതിൻ്റെ നടുവിൽ കപ്പലാടി ഉലഞ്ഞ് കപ്പലിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ കപ്പിത്താൻ അതിൻ്റെ ഡെക്കിൻ്റെ മുകളിലേക്ക് കയറി അവിടെ കൊളുത്തിയിട്ടിരിക്കുന്ന ഒരു ചങ്ങലയുടെ വലിയ ചുരുട്ട്, അറ്റത്ത് ഈയത്തിൻ്റെ ഹുക്കുള്ള ആ ആങ്കറിനെ താൻ വലിച്ച്, ആ നങ്കൂരത്തെ താൻ വലിച്ച് താപ്പോട്ടെറിയ. ഈ നങ്കൂരം കടലിൻ്റെ ആഴത്തേക്ക് എറിയുമ്പോൾ ഈ കപ്പിത്താൻ്റെ അകത്തൊരു ചിന്തയുണ്ട്. എന്താണ് ഈ കപ്പിത്താൻ്റെ മനസ്സിലെ ഒരു ചിന്ത എന്നറിയാമോ? കടൽ ഇപ്പോൾ പ്രക്ഷുബ്ധമാണ്, കാറ്റിപ്പോൾ പ്രതികൂലമാണ്. പക്ഷേ ചില സമയങ്ങൾ കഴിയുമ്പോൾ ഈ കാറ്റടങ്ങും, ഈ കടൽ ശാന്തമാക്കുക. ഈ കാറ്റടങ്ങും വരെയോ, ഈ കടൽ ശാന്തമാകും വരെയോ, ഈ കടലിൽ പിടിച്ചു നിൽക്കാൻ, ഈ തിര അടങ്ങും വരെയോ, ഈ കാറ്റടങ്ങും വരെയോ, ഈ കടലിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കണോ? ഇതിനെനിക്കിവിടെ ഒരു ദ്വീപില്ല, ഇവിടെ എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഇവിടെ വേറെ കപ്പലുകാരും എനിക്ക് തുണ നിൽക്കത്തില്ല, ഇവിടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും പാസ്റ്റർമാർക്ക് സഹായം ചെയ്യാൻ കഴിയത്തില്ല. ബട്ട് ഐ ഹാവ് എ ഹോപ്പ്. എനിക്കൊരു പ്രത്യാശയുണ്ട്.
ആ പ്രത്യാശയുടെ ചങ്ങല ഈ സമുദ്രത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ കപ്പിത്താന് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ഈ കപ്പിത്താന് കാണാൻ കഴിയുന്നത് കടലിൻ്റെ മുകളിലെ ഓളം മാത്രമാ. പക്ഷേ ഈ ഈയക്കൊളുത്ത് ചങ്ങലയ്ക്കകത്ത് കടലിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ കപ്പലിനെ പിടിച്ചു നിർത്താനുള്ള ഒരു പൊസിഷൻ ഈ കടലിൻ്റെ അടിയിൽ തന്നെയുണ്ട്. ഇന്ന് പകൽ ഞാൻ ഒന്നാമതൊരു കാര്യം പറയട്ടെ. നിന്നെ മുക്കി കളയുമെന്ന് പറഞ്ഞ് അലറുന്ന തിരകളെ മേളിലോട്ട് കയറ്റിവിടുന്ന അതേ കടലിൻ്റെ അടിയിൽ തന്നെ നിന്റെ ആങ്കർ ബോൾട്ട്, നിന്റെ ഹുക്ക് പിടിക്കുന്ന സ്ഥലവും അവിടെയുണ്ട്. നിനക്കെതിരായി നിൽക്കുന്ന പ്രശ്നത്തിനകത്ത് തന്നെ നിനക്ക് നിലനിൽപ്പിനുള്ള അറബിക്കടലിൽ തിര വരുമ്പോ അന്റാർട്ടിക് കടലിൽ അല്ല നങ്കൂര വിടുന്നത്. അറബിക്കടലിൽ തിര പൊങ്ങിയാൽ അറബിക്കടലിൽ തന്നെ നങ്കൂര വിടുന്നത്. ആർട്ടിക്കിൽ തിരയടിച്ചാൽ അതിനകത്ത് തന്നെ നങ്കൂര വിടുന്നത്. ഇന്ന് പകൽക്കാലം ദൈവ പൈതല്, എവിടെ നിനക്ക് വെല്ലുവിളി ഉയർന്നോ അവിടെ തന്നെ നീ നങ്കൂര വിടോ. എവിടെ നിനക്കെതിരെ അപമാനം ഉയർന്നോ, എവിടെ നിനക്കെതിരെ വെല്ലുവിളി ഉയർന്നോ, എവിടെ നിനക്കെതിരെ രാഷ്ട്രീയത്തിന്റെ വാൾ ഉയർന്നോ, എവിടെ നിനക്കെതിരെ വെല്ലുവിളി ഉയർന്നോ, എവിടെ നിനക്കെതിരെ ദുര്യോഗങ്ങൾ പൊങ്ങി വന്നോ, നങ്കൂര വിടുന്ന കപ്പിത്താൻ ഒരു കാര്യം അറിയാ. ഓളം മേളിലേ ഉള്ളൂ, പക്ഷെ നങ്കൂരം പിടിക്കാനുള്ള സാധനം താഴെയുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, മുകളിൽ എത്ര ഓളം ഉണ്ടെങ്കിലോ നിന്റെ നങ്കൂരത്തിന്റെ ഹുക്ക് പിടിക്കാനുള്ള ഒരു സ്ഥലം താഴെ ഉണ്ടെന്നേ. നിന്റെ കപ്പലിനെ അലച്ചു കളയാൻ, നിന്റെ കപ്പലിനെ ഒലച്ചു കളയാനുള്ള തിര എത്ര മുകളിലുണ്ടെങ്കിലോ നിന്റെ കപ്പലിനെ പിടിച്ചു നിർത്താനുള്ള ആ ഹുക്ക് അതേ തിരയുടെ, അതേ പ്രതിസന്ധിയുടെ, അതേ വെല്ലുവിളിയുടെ താഴെ എന്നിട്ട് പൗലോസ് പറയുകയാണ്, ജീവിതത്തിൻ്റെ സമുദ്രത്തിൽ ഉയരുന്ന നടുക്കടലിലെ പോരാട്ടങ്ങളിൽ നീ അധൈര്യപ്പെട്ടു പോകരുത്. നിന്റെ മനസ്സ് കലങ്ങിപ്പോകരുത്, നിന്റെ ഹൃദയം വാടിപ്പോകരുത്. അവിടെ നീ നിന്റെ പ്രത്യാശ ഒരു നങ്കൂരമായി പിടിക്കണം. ഈ കാറ്റടങ്ങും, ഈ ഓളം തിരയും അടങ്ങും, നിങ്ങൾ മുമ്പോട്ട് പോകുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, 2020കളിൽ നിനക്കെതിരെ ഒരു കാറ്റ് വീശി തുടങ്ങി. പക്ഷേ ഞാൻ പറയട്ടെ, 2023 നീ നങ്കൂരമിട്ട് ഈ 2024 നീ പ്രത്യാശയുടെ നങ്കൂരമിട്ട് പിടിച്ചു നിൽക്ക്. നീ പിടിച്ചു നിൽക്ക്. ഈ കാറ്റ് നിന്നെ കടന്നു പോകുക, ഈ തിര അടങ്ങോ. നീ ഏത് തീരം നോക്കിയാണോ പുറപ്പെട്ടത്, യു ഷാൽ പ്രൊസീഡ്. നീ ഒന്ന് പിടിച്ചു നിൽക്ക്, നീ ഒന്ന് പിടിച്ചു നിൽക്ക്, നീ ഒന്ന് പിടിച്ചു നിൽക്ക്. പ്രത്യാശ നമ്മളെ പിടിച്ചു നിർത്തും, പ്രത്യാശ നമ്മളെ പിടിച്ചു നിർത്തും, പ്രത്യാശ നമ്മളെ പിടിച്ചു നിർത്തും. ആമേൻ. 3 കാര്യങ്ങൾ അതിനോട് ചേർത്ത് 3 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ആ പ്രത്യാശ ജീവിതമാകുന്ന സമുദ്രത്തിൽ ഉയരുന്ന പ്രതികൂലത്തിൻ്റെ കാറ്റിലും വെല്ലുവിളിയുടെ തിരകളിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു നങ്കൂരവാ. നിന്റെ പ്രത്യാശ നിന്നെ പിടിച്ചു നിർത്തോ. ഇന്ന് പകൽ അതരം തുറന്നെന്ന് പറഞ്ഞ് പ്രത്യാശ എന്നെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ്, പ്രത്യാശ എന്നെ പിടിച്ചു നിർത്തുമെന്ന് വായ് തുറന്നെന്ന് പറഞ്ഞ് പ്രത്യാശ എന്നെ പിടിച്ചു നിർത്തും, പ്രത്യാശ എന്നെ പിടിച്ചു നിർത്തോ. ഹോളി സ്പിരിറ്റ്. ആമേൻ. അതിനോട് ചേർത്ത് 3 കാര്യങ്ങളാണ് പറയുന്നത് പ്രത്യാശയെക്കുറിച്ച്. 1, പ്രത്യാശ നിശ്ചയമാണ് എന്ന് പറഞ്ഞാൽ അതൊരു സർട്ടനിറ്റി ഉള്ള വിഷയമാണ്. 2, പ്രത്യാശ സ്ഥിരമാണ്, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യത്തില്ല. 3, പ്രത്യാശ തിരശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാണ്. ആമേൻ. എന്താണ് ഈ 3 കാര്യങ്ങൾ? പ്രത്യാശ നിശ്ചയമാണ്, നിശ്ചയമാണ്, അത് സർട്ടനിറ്റി ഉള്ളതാണ്, അതാണ് പ്രത്യാശ. സ്തോത്രം. നിന്റെ കുഞ്ഞിനെ കുറിച്ച് നിനക്കൊരു പ്രതീക്ഷയുണ്ട്, അവൻ ഒരു വലിയ പ്രവാചകനാകാം. ആമേൻ. അത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ഹോപ്പാണ്. പക്ഷെ അവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നീ അറിയാതെ കട്ടുചാടി സിനിമയ്ക്ക് പോയി. ആമേൻ. പക്ഷെ തിരിച്ചു അവൻ സിനിമയ്ക്ക് പോയെന്ന് നിന്റെ അടുക്കൽ ആൾക്കാർ വിളിച്ചു പറയുമ്പോഴോ പ്രത്യാശ എന്തു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ ഇന്ന് സിനിമയ്ക്ക് പോയാലും അവൻ നാളെ പ്രവാചകനാകാം. അവൻ +2 കഴിഞ്ഞപ്പോൾ വേർത്തം വിളിച്ചു പറഞ്ഞു,
രാത്രി 12 മണിയായിട്ടോ അവൻ വീട്ടിൽ കയറിയില്ല. എവിടാണെന്ന് അന്വേഷിച്ചപ്പോൾ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയിരിക്കുക. അമ്മേ, അല്ലെങ്കിൽ നീ അറിഞ്ഞ അവനങ്ങ് കള്ളു കുടിച്ച് കൂത്താടി നടക്കുവാണെന്നറിഞ്ഞോ. പക്ഷെ പ്രത്യാശ എന്തു പറയുന്നറിയാമോ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? നിന്റെ മകൻ ഒരു പ്രവാചകനാകുന്നല്ലേ പറഞ്ഞത്. അമ്മേ, അതാണ് നിശ്ചയം. അമ്മേ, ജീവിതത്തിൽ നിശ്ചയം, സർട്ടനിറ്റി. കർത്താവേ, അവൻ പ്രവാചകനൊന്നും ആയില്ലേലും വേണ്ടിയല്ലായിരുന്നോ. അവൻ അങ്ങ് നശിച്ചു പോകാതെ നരകത്തിൽ പോകാതിരുന്നാൽ മതിയായിരുന്നോ. അതല്ല പ്രത്യാശ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്ഥിരമാണ്, സർട്ടനിറ്റി, നിശ്ചയമാണ്, സർട്ടനിറ്റിയാണ്. അമ്മേ, ഒരിക്കൽ പറഞ്ഞതിന് മാറ്റം ഉണ്ടാകത്തില്ല. ഒരിക്കൽ പറഞ്ഞതിന് മാറ്റം ഉണ്ടാകത്തില്ല. നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാൽ മാനിക്കുക തന്നെ ചെയ്യുക. നിന്നെ ഒരു പൊസിഷനിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം പൊസിഷനിൽ എത്തിക്കുക തന്നെ ചെയ്യുക. നിന്നെ കളക്ടറാക്കാന്ന് പറഞ്ഞിട്ട് നിന്നെ തഹസിൽദാരാക്കുന്ന ദൈവമല്ല. ഞാൻ ആവർത്തിക്കട്ടെ, നിന്നെ കളക്ടറാക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നിന്നെ തഹസിൽദാരാക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു മനുഷ്യന്റെ പ്രത്യാശയ്ക്കകത്ത് നിശ്ചയമുണ്ടാകണം. ഡു നോട്ട് കോംപ്രമൈസ് ഇൻ യുവർ ഹോപ്പ്. അതാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ പ്രത്യാശ അൺകോംപ്രമൈസബിൾ ആണ്. എൻ്റെ പ്രത്യാശ അൺകോംപ്രമൈസബിൾ ആണ്. ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞ് കർത്താവേ നരകത്തിലെങ്കിലും അങ്ങ് പോകാതിരുന്നാൽ മതിയായിരുന്നോ. അങ്ങനെയല്ല. എൻ്റെ പ്രത്യാശ സർട്ടനിറ്റി ഉള്ളതാണ്. രണ്ടാമതായി, എൻ്റെ പ്രത്യാശ സ്ഥിരമാണ്. എൻ്റെ പ്രത്യാശ സ്ഥിരമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രത്യാശ ആടി ഉലയത്തില്ല. എൻ്റെ പ്രത്യാശ ആടി ഉലയത്തില്ല. അത് സ്ഥിരമായിരിക്കുക. ഞാൻ 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് എനിക്കൊരു ദൂത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് പ്രത്യാശ ഉള്ളവനാണെങ്കിൽ സ്തോത്ര, എനിക്ക് 39-ാമത്തെ വയസ്സിൽ 40-ാമത്തെ വയസ്സിൽ ഒരു അറ്റാക്ക് വരുമ്പോൾ കർത്താവേ ഒരു 2 വർഷം കടെങ്കിലോ നോ, എനിക്ക് 25-ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്നാലോ ഞാൻ പറയോ ഇത് സ്ഥിരമാണ്. ഡയഗ്നോസിംഗ് റിപ്പോർട്ടുകൾ എനിക്ക് ക്യാൻസർ എഴുതിയാലും എൻ്റെ ഹോപ്പസ് അമേൻ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യത്തില്ല. അമേൻ, ഡോക്ടേഴ്സ് എൻ്റെ അടുക്കൽ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ഹോപ്പ് ഫ്ലക്ച്വേറ്റ് ചെയ്യത്തില്ല. നിന്റെ മക്കളെ കുറിച്ച് നിനക്കൊരു ഉറപ്പുണ്ട്. അവൻ കളക്ടർ ആകുമെന്ന്, അവൻ ഡോക്ടർ ആകുമെന്ന്, അവൻ എഞ്ചിനീയർ ആകുമെന്ന്. പക്ഷേ 6ാം ക്ലാസ്സിലെ ടീച്ചർ അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 4 C ഇട്ട് തന്നോ, 6 C ഇട്ട് തന്നോ, എല്ലാം ചുമന്ന മഷിക്കകത്ത് എഴുതി അമ്മേ ഇംപ്രൂവ് ചെയ്യണമെന്ന് എഴുതി തന്നോ. പിന്നെ ഓപ്പൺ ഹൗസിന് പേരൻസ് മീറ്റിങ്ങിന് എന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ മണ്ടനെ എന്തോത്തിനെ ഇങ്ങോട്ട് വിടുന്ന, വേറെ ഏതെങ്കിലും സർക്കാർ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ. അപ്പോഴത്തേക്ക് നിന്റെ ഹോപ്പെല്ലാം നേരെ അങ്ങ് താപ്പോട്ട് പോയി. കർത്താവേ, എൻ്റെ കുഞ്ഞ് പട്ടിണി കിടക്കാതെ എന്തെങ്കിലും ഒരു ഓട്ടോ ഓടിക്കാനുള്ള ബുദ്ധിയെങ്കിലും കൊടുക്കണേ കർത്താവേ. ഇപ്പം ലൈസൻസ് എടുക്കണമെങ്കിൽ പോലും 10ാം ക്ലാസ് ആവണോ. കണ്ടോ, ഒരു ടീച്ചർ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതിയപ്പോഴത്തേക്ക് നിന്റെ ഹോപ്പ് മേളിൽ നിന്ന് ദാണ്ട് കിടക്കുന്ന താഴെ. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നെറ്റ് സെറ്റ് എഴുതി പാസ്സാകാൻ കഴിയാതെ പ്രൈവറ്റ് സ്കൂളിൽ ഗസ്റ്റായിട്ട് വന്ന ടീച്ചർ എഴുതി തന്ന പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഹോപ്പ് താഴെ പോവുകയാണെങ്കിൽ എന്തോ ഒരു ഹോപ്പാ നിന്റെ കയ്യിലിരിക്കുന്നേ. നോ, എൻ്റെ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ 2ാമതൊന്നും എഴുതേണ്ടി വന്നാലും അവൻ കളക്ടറാകും എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടറാകും. ആമേ, ഓണപ്പരീക്ഷയ്ക്ക് പിള്ളേർ മൊത്തം മുട്ട മേടിച്ചുകൊണ്ട് വരുമ്പോഴും അവരെ നോക്കി പറയണം, മക്കളെ നീ എഞ്ചിനീയർ ആകും കേട്ടോ, നീ ഡോക്ടറാകും, നീ കളക്ടറാകും. കാരണം ദൈവം എന്നോട് പറഞ്ഞത് അതാ ദൈവം എന്നോട് പറഞ്ഞത്. 1+1 2 മോനെ പറഞ്ഞേ, 1+1 1, 4 3 7 അതെങ്ങനെ അമ്മേ എനിക്ക് മനസ്സിലാകുന്നില്ല. 4 3 7 മനസ്സിലാകത്തില്ലെങ്കിലും അവനെ നോക്കി പറ, ദൈവം എൻ്റെ അടുത്ത് നിന്നെ കുറിച്ച് പറഞ്ഞത് നീ ഒരു സയൻറ്റിസ്റ്റ് ആകുമെന്നാ ഞാൻ അതിനെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഹോപ്പ് ഒരിക്കലും ഫ്ലക്ച്വേറ്റ് ചെയ്യരുത്. ഹോപ്പ് എപ്പോഴും എന്തായിരിക്കണം? അത് സ്ഥിരമായിരിക്കണം. ഹോപ്പ് സ്ഥിരമായിരിക്കണം. നീ ഒരു അഭിഷക്തനും പ്രവാചകനുമാകുമെന്ന് പറഞ്ഞു. പക്ഷെ ജീവിതത്തിൽ ചില വിഷമകഥകളൊക്കെ വന്നപ്പോൾ കർത്താവേ എങ്ങനെങ്കിലും ഒരു നല്ല വിശ്വാസിയായിട്ടെങ്കിലും അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. എനിക്ക് ശുശ്രൂഷയൊന്നും ഇല്ലേലും കുഴപ്പമില്ല. ഞാൻ എവിടെയെങ്കിലും ശുശ്രൂഷയൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, അതും എന്നോട് അങ്ങ് ക്ഷമിക്കണേ. നോ, പ്രത്യാശ നിശ്ചയമാണ്, പ്രത്യാശ സ്ഥിരമാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുതായിരുന്നു.
കൃപാവരമൊക്കെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതാ ഇത്രയും പ്രശ്നം. കർത്താവേ, എന്തെങ്കിലും അതിമോഹമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിക്കണേ. ഒരു കൃപയും വേണ്ട, ഒരു വരവും വേണ്ട. നോ, പ്രത്യാശ നിശ്ചയമാണ്, പ്രത്യാശ സ്ഥിരമാണ്, അൺകോംപ്രമൈസബിൾ. നീ കോംപ്രമൈസ് ചെയ്യരുത്. വെല്ലുവിളി വരുമ്പോഴും നിന്റെ ഹോപ്പ് അവിടെ തന്നെ നിൽക്കണം. പ്രതികൂലം വരുമ്പോഴും നിന്റെ ഹോപ്പ് അവിടെ തന്നെ നിൽക്കണം. പ്രയാസം വരുമ്പോഴും നിന്റെ ഹോപ്പ്, പ്രത്യാശ അവിടെ തന്നെ നിൽക്കണം. ജീസസ്. അത് നിശ്ചയമാണ്, സ്ഥിരമാണ്. എന്നിട്ട് അടുത്ത ഭാഗം എന്താണെന്നറിയാമോ? ആ പ്രത്യാശ നിന്നെ തിരശ്ശീലയ്ക്കകത്തേക്ക് കടത്തും. ഹോ, നിന്റെ മുമ്പിൽ ഒരു വലിയ കർട്ടൻ വിരിച്ചിട്ട് പറഞ്ഞു, നീ അകത്തോട്ട് കയറത്തില്ല, നീ അകത്തോട്ട് കയറത്തില്ല, നിന്നെ നന്മ കാണിക്കത്തില്ല, നിന്നെ ഉയർച്ച കാണിക്കത്തില്ല. തിരശ്ശീല പിടിച്ചിട്ടിരിക്കുക. നീ ഒരിക്കലും ഇതിനെ ക്രോസ് ചെയ്യത്തില്ല, നീ ഇതിനെ ഒരിക്കലും അപ്പുറത്ത് ചെയ്യില്ല. ഇതിന് ഈ കർട്ടനെ ഒന്ന് മാറ്റിത്തരാൻ, ഈ പ്രതിസന്ധിയുടെ കർട്ടനെ, ഈ മാനുഷിക കർട്ടനെ, ഈ പൈശാചിക വെയിലിനെ, ഈ കർട്ടനെ നിനക്കൊന്ന് മാറ്റിത്തരാൻ ആരുമില്ല. പക്ഷേ ഈ കർട്ടൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ നീ പ്രത്യാശയുള്ളവനാണെങ്കിൽ ഈ പ്രത്യാശ നിന്നെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക്, ഈ പ്രത്യാശ നിന്നെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് അത് കടത്തുന്നതുമാകുന്നു. ഇന്ന് പകൽ പറ, ചിലതിനെ നീ ക്രോസ് ഓവർ ചെയ്യാൻ പോവുകയോ, ചിലതിനെ നീ പാസ് ഓവർ ചെയ്യാൻ പോവുകയോ. പ്രത്യാശയുള്ള ദൈവ പൈതലേ, നീ ചിലതിനെ മറികടക്കാൻ പോവുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിന്റെ പ്രത്യാശ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ഒതുങ്ങത്തില്ല. പകരം നിന്റെ പ്രത്യാശ ചില തിരശ്ശീലകൾക്ക് അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ കാരണമായി തീരാ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഓ, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോകാൻ പോവുകയാ. ഇന്ന് പകൽക്കാല നിനക്കെതിരായി ഉയർന്നു നിൽക്കുന്ന ചില തിരശ്ശീലകൾ കീറപ്പെടട്ടെ. പ്രത്യാശ നിനക്ക് തിരശ്ശീലകൾക്ക് അപ്പുറത്തേക്ക് ഒരു എൻട്രൻസിനെ നൽകുകയാണ്. പിശാച് കെട്ടിവലിച്ചിട്ട ചില തിരശ്ശീലകൾ, സമുദായം കെട്ടിവലിച്ചിട്ട ചില തിരശ്ശീലകൾ, ഓ സംഘടനകൾ കെട്ടിവലിച്ചിട്ട ചില തിരശ്ശീലകൾ. പക്ഷേ ഹോൾഡ് ഓൺ യുവർ ഹോപ്പ്, പെർസ്യൂ യുവർ ഹോപ്പ്. നിന്റെ പ്രത്യാശയെ മുറുകെ പിടിച്ചാൽ ആ തിരശ്ശീലയ്ക്ക് അകത്തേക്ക്, വിത്തിൻ ദ വെയിൽ, ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നീ കടക്ക. യേശു കർത്താവ് കാൽവറിയുടെ ഗിരിമുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടുമ്പോൾ ദൈവാലയത്തിന്റെ തിരശ്ശീല മേൽതൊട്ട് കീഴ്വരെ ചിന്തിയിട്ട് പറഞ്ഞു, 7-ാം മാസം 10-ാം തീയതി മഹാപുരോഹിതനല്ല, കൃപ പ്രാപിക്കേണ്ടതിന്, തൽസമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന്, കരുണ ലഭിക്കേണ്ടതിന് ആർക്കു വേണമെങ്കിലും കയറി വരാം. ഇന്ന് പകൽ പ്രത്യാശ നിന്നെ ചിലതിലേക്ക് ക്രോസ് ഓവർ ചെയ്യിക്കും, മറികടക്കും. നിന്നെ കാണിക്കത്തില്ല, നിന്നെ പ്രവേശിപ്പിക്കത്തില്ല. നിന്നെ തിരശ്ശീല 2 കാര്യമാണ് പറയുന്നത്. 1 കാണിക്കത്തുമില്ല, 2 പ്രവേശിപ്പിക്കത്തുമില്ല. ആമേൻ. പക്ഷെ പ്രത്യാശ എന്താ പറയുന്നതെന്ന് അറിയാമോ? നീ കാണത്തില്ലെന്ന് പറഞ്ഞതിനെ നിന്നെ ഞാൻ കാണിക്കുകയും ചെയ്യും, നീ കയറത്തില്ലെന്ന് പറഞ്ഞിടത്ത് ഞാൻ നിന്നെ കയറ്റുകയും ചെയ്യാം. ഇന്ന് പകൽക്കാലം നിന്നെ കാണിക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞതും നിന്നെ പ്രവേശിപ്പിക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞതുമായ മേഖലകളിൽ പ്രത്യാശയെ മുറുകെ പിടിച്ച് പറ, തിരശ്ശീലയ്ക്കകത്തേക്ക് into the veil, within the veil, ഞാൻ തിരശ്ശീലയ്ക്കകത്തേക്ക് കയറാൻ പോവുകയാണ്. ആമേൻ. നിരാശയുടെ വാക്കുകൊണ്ട് നീ തിരശ്ശീലയ്ക്ക് ഇപ്പുറമിരിക്കും, പക്ഷെ പ്രത്യാശയുടെ വാക്കുകൊണ്ട് നീ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കയറാ. നിരാശയുടെ വാക്കുകളെ പൊതിഞ്ഞു കെട്ടി കുപ്പത്തൊട്ടിയിലിട. ഇനി നിരാശ പറയാൻ നീ ഒരു ജഡീകനല്ല, നീ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ട്. Speak in hope. പ്രത്യാശയിൽ സംസാരിച്ചു തുടങ്ങുക. പ്രത്യാശയിൽ ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ച്, പ്രത്യാശയുള്ളവർ ഒരു നിമിഷം കരമടിച്ച് സ്തോത്രം പറഞ്ഞ്, ലംബരഗട ഹത്തരഗതി അർത്ഥരാതി അർദ്ധനമനമനമനമന ശംദരാതി അർദ്ധനാരഗട ഗലഗരഗരഗ ശംദര.
Amen. Holy Spirit. ഞാനിത് പറയുമ്പോൾ എൻ്റെ ദൈവമക്കളിൽ ചിലരെങ്കിലും ചോദിക്കും, കർത്താവിൻ്റെ ദാസനെ, പ്രത്യാശിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, പ്രത്യാശിക്കണമെന്നൊക്കെ എനിക്കും ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ കണ്ടിട്ടാണ് ഞാൻ പ്രത്യാശിക്കേണ്ടി. കുറേ നാളായിട്ടും എല്ലാ പാസ്റ്റർമാരും വന്ന് പറയാം പ്രത്യാശിക്കെന്ന്. പക്ഷേ എന്തോ കണ്ടിട്ടാണ് ഞാൻ പ്രത്യാശിക്കേണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. 119 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 119 സങ്കീർത്തനം 166 വാക്യത്തിലേക്ക് വരുമ്പോൾ 119 സങ്കീർത്തനം 166 വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവമേ, ഞാൻ നിന്റെ രക്ഷയ്ക്കകത്ത് പ്രത്യാശ വെക്കുന്നു. ഒരു മനുഷ്യനിലും പ്രത്യാശ വെക്കരുത്, നിന്റെ രക്ഷയ്ക്കകത്ത് പ്രത്യാശ വെക്കുന്നു. അതിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഞാൻ പറയാം, അതിന് വേറൊരു വാക്യത്തിലേക്ക് കൊണ്ടുപോകാം. 130 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ രക്ഷയിലുള്ള പ്രത്യാശ? 130:7 വരുമ്പോൾ പറയുകയാണ്: ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ആമേൻ. അവൻ്റെ പക്കൽ യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, അതാണ് പ്രത്യാശ. എന്താണ് പ്രത്യാശ? അയ്യോ, കർത്താവിൻ്റെ ദാസനൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ പേടിച്ചു പോകും. പുള്ളി ഇങ്ങനെ ഒന്ന് നോക്കിയാൽ പോലും നമ്മൾ ഉരുകിപ്പോകും. അയ്യോ, പുള്ളിയുടെ ഒന്നും മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാനേ വയ്യ. ഇതാണോ പ്രത്യാശ? അല്ല. നിന്റെ ശത്രുവിനെ നീ ഇങ്ങനെ ആനയാക്കി സംസാരിക്കുന്നതല്ല പ്രത്യാശ. പകരം പറയുകയാണ്, യഹോവയുടെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അത് അവിടാണ് ഒരു മനുഷ്യന്റെ പ്രത്യാശ ഉളവാകുന്നത്. അരാം സൈന്യ, സിറിയൻ സൈന്യ ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് വരുമ്പോൾ എലീശ കാണുന്നത് മുഴുവനോ ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെയാ. പക്ഷേ കൂടെ നിൽക്കുന്ന ബാല്യക്കാരൻ കാണുന്നത് മുഴുവനോ അരാമിന്റെ സൈന്യത്തെയാ. എവിടാ പ്രത്യാശ ഉണ്ടാകുന്നത്? ഇഫ് യു ക്യാൻ സീ ദ ഹോസ്റ്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ, ദൈവത്തിന്റെ സൈന്യത്തെ, ദൈവത്തിന്റെ ശക്തിയെ കാണുവാൻ കഴിയുമെങ്കിൽ അവിടെ നിനക്ക് പ്രത്യാശ ജനിക്കുക ഇല്ല. നിനക്ക് പിശാചിന്റെ സൈന്യത്തെയോ പിശാചിന്റെ തന്ത്രങ്ങളെയും പിശാചിന്റെ പോരുകളെയോ അവന്റെ മൂക്കും വാലും ചെവിയും കണ്ണുമാണ് നിനക്കറിയുന്നതെങ്കിൽ നിന്റെ ഉള്ളിൽ നിരാശ കയറി വരാം. അമ്മേ, അനേകർ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ പറയുന്ന ഒരു കാര്യമുണ്ട്: കർത്താവിൻ്റെ ദാസനെ, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ എൻ്റെ വീട്ടിൽ എന്തോ ഒരു ഭയങ്കര പിശാചാണെന്നറിയാമോ? എൻ്റെ ഭർത്താവിനകത്ത് എന്തോ ഒരു ഭയങ്കര പിശാചാണെന്നറിയാമോ? എൻ്റെ ഭാര്യ എന്തുവാണെന്നറിയാമോ? അയ്യോ, എൻ്റെ വീട്ടിലെ ഒന്നും പാസ്റ്ററെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ പറയട്ടെ, ആമേ, നിന്റെ പ്രശ്നം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ നിന്റെ ദൈവത്തെ കുറിച്ച് നീ ആ പിശാചിനോട് ഒരു 5 മിനിറ്റ് പറഞ്ഞു നോക്ക്. നിന്റെ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നീ നിന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ ഒന്ന് പറഞ്ഞു നോക്ക്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും വിടുതലുകൾ ഉണ്ടാകാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനകളിൽ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. പണ്ട് തുടങ്ങിയ നമ്മുടെ പെന്തക്കോസ്തിനകത്തുള്ള ഒരു പ്രാർത്ഥനയാ: എൻ്റെ കർത്താവേ, എനിക്ക് ആരുമില്ലേ. ഇനി കുറച്ചും കൂടെ ഇതായിട്ട് പറയും: ദൈവമേ, നീ അല്ലാതെ ആരും കേൾക്കില്ല, നീ അല്ലാതെ എനിക്കാരുമില്ല. പ്രാർത്ഥനയ്ക്കകത്ത് മുഴുവനും കേൾക്കുന്നത് എന്താ? എനിക്കാരുമില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്നറിയാമോ? ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. അതൊരു 100 വട്ടം പാടിയാലും എന്തോ ഒരു സമാധാനമാണ്. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിലാതി പൂണ്ടു ബാക്കി പാടത്തില്ല, വീണ്ടും അങ്ങ് ആരംഭത്തിൽ പോവും. ആരുമേനിക്കില്ലെന്നോ ഞാൻ. അതിൻ്റെ ആരംഭം വേണ്ട. അതിനകത്ത് ആരും എനിക്കില്ല. ചിലർ ഈ നിരാശയുടെ
ടേസ്റ്റ്, നിരാശയുടെ ഫ്ലേവർ അവർക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. വിദേശങ്ങളിലൊക്കെ പോയാൽ പോലും ഉണക്കമീൻ വറക്കുന്ന വാട ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. ഉണക്കമീൻ വറക്കുന്ന വാട 1-2 പേർക്ക്, ബാക്കി ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ഇവരിൽ ഭൂരിഭാഗം പേരും വിദേശത്ത് പോകുമ്പം ഇവിടെ നിന്നൊരു ഇച്ചിരി ഉണക്കമീൻ കൊണ്ടുപോകും. നാട്ടിലെ വാട പിടിക്കാതെ അവിടെ ചെല്ലുമ്പോഴും ഈ വാടയൊന്ന് പിടിക്കാൻ. ചാള വെട്ടിയ കൈ നാറത്തില്ലയോ? അന്നത്തെ ദിവസം നാറ്റം പോവോ? എന്നാലും ചാള മേടിക്കാൻ ഒരാഗ്രഹമില്ലയോ? നമ്മൾക്ക് ഈ നിരാശയുടെ ഫ്ലേവറിനെ വിട്ടുകളയാൻ നമുക്ക് പലർക്കും ആഗ്രഹമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരിക്കലും നമ്മുടെ പ്രാർത്ഥനകളിൽ വിടുതലിനെ കൊണ്ടുവരത്തില്ല. ദിസ് ഈസ് റിയാലിറ്റി. കാരണം നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരുന്ന് പ്രകീർത്തിക്കുന്നത് മുഴുവനും ആരെയാ? പിശാചിനെയാ. നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് മുഴുവനും പറയുന്നത് എന്തിനെ കുറിച്ചാ? നിങ്ങളുടെ രോഗത്തെക്കുറിച്ചാ, നിങ്ങളുടെ സങ്കടങ്ങളെക്കുറിച്ചാ, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാ, നിങ്ങളെ ഉപദ്രവിച്ചവരെ കുറിച്ചാ. എൻ്റെ സഹോദരങ്ങളെ, ഒരു 20 വർഷം, ഒരു 15 വർഷത്തിലധികമായി എൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ഉപദ്രവിച്ച ഒരാളുടെ പേര് പോലും ഞാൻ പറയത്തില്ല. കാരണം ഒരിക്കൽ ദൈവം എനിക്കൊരു വെളിപ്പാട് കിട്ടി. പ്രാർത്ഥനയ്ക്കകത്ത് പോലും നീ പരദൂഷണം പറയരുതെന്ന്. പ്രാർത്ഥനയ്ക്കകത്ത് പോലും നീ പരദൂഷണം പറയരുതെന്ന് ഞാൻ പറയത്തില്ല. ഒരുപക്ഷെ ആ സങ്കടം തിങ്ങി വന്നപ്പോൾ ഞാൻ പ്രാർത്ഥനപ്പായിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ചെയറിൽ പോയിരിക്കും. അവിടെ ഇരുന്ന് കരയും. പ്രാർത്ഥനാപ്പായിലിരുന്ന് ആ വ്യക്തിയെ ഓർത്ത് കരയത്തില്ല. കാരണം എൻ്റെ പ്രാർത്ഥനാപ്പായ് അവനെ ഓർത്ത് കരയാനുള്ളതല്ല. എൻ്റെ പ്രാർത്ഥന കാൽവറിയെ കൊണ്ട് കരയാനുള്ളതാ. എൻ്റെ പ്രാർത്ഥന ദൈവത്തെ കണ്ട് സ്തുതിക്കാനുള്ളതാ. ഇന്ന് തുടങ്ങി ഇതിനകത്തിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളിൽ അനേകർ ചെയ്യുന്നവരാണ് എങ്കിലും ഞാൻ പറയുകയാണ്, ഇന്ന് തുടങ്ങി നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് വരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ കർത്താവേ എനിക്ക് കാല് വയ്യ, കർത്താവേ എനിക്ക് മുട്ടനക്കം വയ്യ, കർത്താവേ നടുവയ്യ, കർത്താവേ, ഇത് പറയുന്നതിന് പകരം കർത്താവ് സൗഖ്യദായകനാകുന്നത് കൊണ്ട് സ്തോത്ര. എൻ്റെ യേശുവിൻ്റെ അവൻ്റെ അടിപ്പിണരുകളാൽ, എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്ര. എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യമുണ്ട്. അവങ്കൽ വിശ്വസിക്കുന്നവന് സൗഖ്യമുണ്ട്. അവങ്കൽ വിശ്വസിക്കുന്നവന് വിടുതലുണ്ട്. ആമേൻ. പ്രൊക്ലൈം ദ ഡെലിവറൻസ് ഓഫ് ഗോഡ്. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. പിശാചിൻ്റെ പക്കൽ ധാരാളം പ്രശ്നങ്ങളുണ്ടെന്നോ നിന്റെ പക്കൽ എന്തുണ്ടെന്നോ അല്ല പറയേണ്ടത്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പറ, ദൈവത്തിൻ്റെ പക്കൽ എന്തുണ്ട്. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ പക്കൽ എന്തുണ്ടെന്ന് നീ പറയണ്ട, നിന്റെ ശത്രുവിൻ്റെ പക്കൽ എന്തുണ്ടെന്ന് നീ പറയണ്ട. പകരം ദൈവത്തിൻ്റെ പക്കൽ എന്തുണ്ടെന്ന് പറ. ഞാൻ ആരംഭത്തിങ്കൽ പറഞ്ഞില്ലേ, വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടി വേര് പഴകി കുറ്റി കെട്ടുപോയി. പക്ഷേ അവൻ പറഞ്ഞത് മുഴുവൻ എന്താണ്? ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഗന്ധ. അതാണ് പ്രത്യാശ. നമ്മുടെ ഇൻഫോർമിറ്റീവ്സിനെയോ ശത്രുവിൻ്റെ ബലത്തെയും പറയുന്നതല്ല, പകരം ദൈവത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് പറയുക. പ്രത്യാശയുള്ളവൻ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് പ്രത്യാശയുള്ളവൻ്റെ ലക്ഷ്യം. പ്രത്യാശയുള്ളവൻ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. യഹോവയുടെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറ, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ്നേഹിതൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് തൻ്റെ മുമ്പിൽ ഒരു വലിയ ഭീമാകാരമായ ഒരു ആവശ്യകതയുണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണോ? എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞു, തമ്പുരാൻ ടാപ്പ് ഒരല്പം കൂടെ ഒന്ന് തുറന്നാൽ നമ്മുടെ പ്രശ്നം തീരുന്നതേ ഉള്ളൂ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമോ, തമ്പുരാൻ ടാപ്പ് ഒരല്പം കൂടെ തുറന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ചില നാളുകൾക്ക് മുൻപ് ഞാൻ ഈ പ്രാചീന കേരളത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി കണ്ടു. ഈ പ്രാചീന കേരളത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി കാണുമ്പോൾ അതിനകത്ത് പണ്ട് കാലത്ത് ഈ ധാന്യം കൊടുക്കുന്ന ഒരിതിനെ ഞാൻ കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, വലിയ ഈ മുറിയെക്കാട്ടിലും വലിയ കളപ്പുരയാണ്, ഈ മുറിയെക്കാട്ടിലും വലിയ ധാന്യപ്പുര. എന്നിട്ട് ഇതിൻ്റെ വെളിയിൽ ഇതിനെക്കാട്ടിലും താഴ്ന്ന ഒരു
സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ സിറ്റ് ഔട്ട് പോലെ, പഴയൊക്കെ വീടിൻ്റെ തിണ്ണ പോലെ, ആ തിണ്ണയിലാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ്, ഇതിൻ്റെ ദ്വാരം എവിടെയാണെന്നറിയാമോ? ഇതിൻ്റെ ഈ വീട് നിറച്ച് ധാന്യമാണെങ്കിൽ ഇതിൻ്റെ ആ തുറക്കുന്ന കിളിവാതിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെയായിരിക്കുമുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പലകയുണ്ട്. ഈ പലക ഇങ്ങനെ അങ്ങോട്ട് പൊക്കുമ്പോഴത്തേക്ക് ഈ കലവറയിൽ കിടക്കുന്ന അത്രയും ധാന്യത്തിൻ്റെ ഫോഴ്സിനകത്തൂടെ ഇത് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇല്ല, ഡാമിൽ നിന്ന് വെള്ളം തള്ളുന്നത് പോലെ ഈ ധാന്യം ഇങ്ങനെ തള്ളുകയാകത്തോട്ട്. അമ്മേ, ഒരു ദൈവ പൈതലിൻ്റെ ആവശ്യകതകളുടെ മുമ്പിൽ അവൻ്റെ പേഴ്സിനെ അവൻ തിരിച്ചു മറിച്ച് നോക്കരുത്. അവൻ്റെ അക്കൗണ്ട് ബാലൻസിലല്ല, എൻ്റെ ദൈവത്തിൻ്റെ കലവറയിൽ, സ്വർഗപിതാവിൻ്റെ ഭണ്ഡാരത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ആ ഒരു കാഴ്ച ഞാൻ കണ്ടതോടുകൂടി എൻ്റെ ചിന്താഗതിയെ മാറി. പലപ്പോഴും അന്ന് വരെ ദൈവം സ്വർഗഭണ്ഡാരം തുറന്ന് അനുഗ്രഹിക്കുമെന്നൊക്കെ പറയുമ്പോൾ അന്നേരം ഞാൻ ചിന്തിച്ചിരുന്നത് സ്വർഗഭണ്ഡാരം ഇങ്ങനെ തുറന്ന് നമ്മുടെയൊക്കെ നാട്ടിലെ കൂട്ട് പത്തായം തുറന്നിങ്ങനെ എടുത്തു തരുമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞ ആ വാക്യത്തിൻ്റെ മർമ്മം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഈ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ കളപ്പുരയിൽ, ധാന്യപ്പുരയിൽ, നിക്ഷേപത്തിനകത്തുനിന്ന് സ്തോത്ര ദൈവം അതിൻ്റെ താഴത്തെ തട്ട് ചെറുതായിട്ടൊന്ന് തുറക്കുക. അപ്പോഴത്തേക്ക് എന്താണ്? ഫോഴ്സ്ഫുള്ളി, ആമേൻ. ഒരു പാത്രം തുറന്നാൽ മുകളിൽ നിന്ന് തുറന്ന് എടുത്തു തരിക. പക്ഷേ ഒരു കലവറ തുറന്നാൽ മുകളിൽ നിന്നല്ല കലവറ തുറക്കുന്നത്, അതിൻ്റെ താഴെ നിന്ന് ചെറുതായിട്ട് അതിൻ്റെ കിളിവാതിലൊന്ന് തുറക്കുക. ഇന്ന് പകൽക്കാല ദൈവം തുറന്ന് നിനക്ക് എന്തെങ്കിലും എടുത്തു തരികയല്ല, ദൈവം തുറന്ന് നിന്റെ മുകളിൽ ഒരു ഫ്ലോ വിടുക. ആമേൻ. ഞെരുക്കങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തെ കാണണം. രോഗങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സൗഖ്യത്തെ കാണണം. അപമാനങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ മാന്യതയെ കാണണം. ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ കാണണം. യുദ്ധങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സൈന്യത്തെ കാണണം. ബന്ധനങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വീടിനെ കാണണം. അവിടെയാണ് പ്രത്യാശ വർക്ക് ചെയ്യുന്നത്. പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ പക്കലുള്ള വീണ്ടെടുപ്പ് അറിയുക എന്നുള്ളതാണ്. സ്തോത്ര. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശയുടെ വാക്കുകൾ പറയരുത്. നിരാശയുടെ വാക്കുകൾ ആരോടൊക്കെ പറയരുത്. നിരാശയുടെ വാക്കുകൾ മനുഷ്യനോട് പറയരുത്. നിരാശയുടെ വാക്കുകൾ നിങ്ങളോട് തന്നെ പറയരുത്. നിരാശയുടെ വാക്കുകൾ ദൈവത്തോട് പറയരുത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് പോകാം. നിരാശയുടെ വാക്കുകൾ വേറെ ഒരാളോട് പറയരുത്. ഓ, ഞാൻ ഇനി ശരിയാവും തോന്നുന്നില്ല, എന്തോ ചെയ്യാനാ, ഒരാളോടും പറയരുത്. അമേൻ. നിങ്ങളോട് തന്നെ, നീ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്, എന്തോ ചെയ്യാനാ, ഇനി ഇങ്ങനെ അങ്ങ് തീരത്തേ ഉള്ളൂ. അമേ, ബസ് കിട്ടാതെ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോൾ തനിയെ നിന്ന് പുറപുറത്ത് സങ്കടം പറയരുത്. അമേ, വീട്ടിൽ തനിയെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ സങ്കടം പറയരുത്. പ്രാർത്ഥിക്കാൻ ഇരുന്ന് പക്ഷെ പ്രാർത്ഥിക്കാൻ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്ന് വെറുതെ എന്തോ ചെയ്യാനാ കർത്താവേ, ഞാനിങ്ങനെ ആയിപ്പോയി. നിന്നോട് തന്നെ നീ ദോഷം പറയരുത്. 3, നീ ദൈവത്തോട് പറയരുത്. കർത്താവേ, എന്നാലും ഞാനിങ്ങനെ ആയിപ്പോയി, കർത്താവേ എന്തോ ചെയ്യാനാ, നീ പറയരുത്. ദൈവത്തോട് നിരാശ പറയരുത്. നിന്റെ സമൂഹത്തെ നോക്കി പറ, എൻ്റെ ദൈവം എനിക്ക് വലിയവ ചെയ്യാൻ പോകുന്നു. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യാൻ പോവാന്ന്. അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യാൻ പോവാ. അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ, ഓ എൻ്റെ ദൈവം എനിക്കൊരു അത്ഭുതം ചെയ്യാൻ പോവാണെന്ന്. നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യാൻ പോവാ. എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യാൻ പോവാ. ഈ 2024 ദൈവം എനിക്ക് അത്ഭുതം ചെയ്യാം. ഈ 2024 ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ദൈവം എനിക്ക് ചെയ്യാം. ഓ, ദൈവം എനിക്ക് അത്ഭുതം ചെയ്യാൻ പോവാ. ഓ, ദൈവം എനിക്ക് അത്ഭുതം ചെയ്യാൻ പോവുകയാ. ദൈവത്തെ നോക്കിയൊന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം. കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന എല്ലാ വിടുതലുകൾക്ക് സ്തോത്രം. കർത്താവേ അങ്ങ് എനിക്ക് വരുത്താൻ പോകുന്ന എല്ലാ മാറ്റങ്ങൾക്കും സ്തോത്രം. കരമുയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രത്യാശ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെ കാണുമ്പോഴാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ, സമയം സ്പീഡിൽ പോകുന്നു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ സ്തോത്ര, ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാൻ. നിങ്ങൾ ചോദിച്ചില്ലേ എന്തോ കണ്ടിട്ട് പ്രത്യാശിക്കാനാണെന്ന്. ഞാൻ പറയാം സഹോദരങ്ങളെ, 119 സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. അതിൻ്റെ 147 വാക്യത്തിലേക്ക് വരുമ്പോൾ, 147 വാക്യം, ആമേൻ, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഭാഗം, നിന്റെ
വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. സഹോദരങ്ങളെ, ഇതിനോട് ചേർത്ത് വീണ്ടും ഞാൻ 130 സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. അതിൻ്റെ 5-ാം വാക്യത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുക, എന്തോത്തി പ്രത്യാശ വെക്കാനാണെന്ന്. ഞാൻ പറയോ, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിൽ പ്രത്യാശ വെക്കണോ? ദൈവം നിങ്ങളോട് പറഞ്ഞ വചനത്തിൽ പ്രത്യാശ വെക്കണോ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഭാഗമുണ്ട്, 26-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ട്. ഓ പൗലോസേ, താങ്കൾക്ക് എന്തിലാണ് പ്രത്യാശ? അദ്ദേഹം പറയും, വാഗ്ദത്തത്തിലാണ് എൻ്റെ പ്രത്യാശ, വാഗ്ദത്തത്തിലാണ് എൻ്റെ പ്രത്യാശ. എനിക്ക് പ്രത്യാശിക്കാൻ ഒന്നുമില്ല, പക്ഷേ വാഗ്ദത്തത്തിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് പകൽക്കാല ആമേൻ, ഹോപ്പ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ഹോപ്പ് ഇൻ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ഇന്ന് പകൽ നീ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ഒരു പ്രവാചകൻ നിന്റെ അമ്മയോട് പറഞ്ഞെന്ന് പറഞ്ഞ് നിന്റെ അമ്മച്ചി നിനക്കൊരു ദൂത് പറഞ്ഞു തന്നിട്ടില്ലേ? ആ വാഗ്ദത്തത്തിൽ നീ പ്രത്യാശ വെക്ക്. നീ മുട്ടിലെഴയുന്ന കാലത്ത് നിന്നെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ വാഗ്ദത്തമില്ലേ? നീ അതിൽ പ്രത്യാശ വെക്ക്. നിന്റെ കുഞ്ഞുനാളിൽ ദൈവത്തിൽ നിന്ന് നീ കണ്ട സ്വപ്നങ്ങളില്ലേ? ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളില്ലേ? ദൈവം നിനക്ക് നൽകിയ ദർശനങ്ങളില്ലേ? ദൈവം നിന്നോട് ഇടപെട്ട ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നീ അടിവരയിട്ട് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളില്ലേ? നീ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ചില വാക്യങ്ങളില്ലേ? ആ വചനത്തിൽ നീ പ്രത്യാശ വെക്ക്. ആ വചനത്തിൽ നീ പ്രത്യാശ വെക്ക്. ആകാശം മാറിപ്പോയാൽ, ഭൂമി കുലുങ്ങി സമുദ്രമധ്യേ ഭൂമി ആമേൻ അതിന്റെ ഇടം വിട്ട് മാറിയാൽ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാൽ, ഇതിലെ വള്ളിയും പുള്ളിയും മാറത്തില്ല. എന്റെ അപ്പൻ എന്നോട് പറഞ്ഞതിന്, എന്റെ അപ്പൻ എന്നോട് പറഞ്ഞതിന്, എന്റെ അപ്പൻ എന്നോട് പറഞ്ഞതിന് മാറ്റം വരത്തില്ല. രാത്രിയുടെ യാമത്തിൽ ഞാൻ കണ്ട സ്വപ്ന എന്റെ തോന്നലല്ല, എന്റെ ദൈവം എനിക്ക് നൽകിയ അരുളപ്പാടാ. ഞാൻ അതിൽ പ്രത്യാശ വെക്കുക. എന്നെ അറിയാത്ത ഒരു പ്രവാചകൻ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി എന്നോട് ദൂത് പറഞ്ഞത് ഭോഷ്കല്ല, അത് സത്യമാണ്. എനിക്ക് അതിനകത്തൊരു പ്രത്യാശയുണ്ട്. മനം തകർന്ന വേളയിൽ എന്റെ ദൈവത്തിന്റെ വചനം തുറന്നപ്പോൾ അടിവരയിട്ട് വെക്കത്തക്കവണ്ണ, മനപ്പാഠം പഠിക്കത്തക്കവണ്ണ എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. ഞാൻ വായിച്ച ഒരു വചനമുണ്ട്. എനിക്ക് അതിനകത്തൊരു പ്രത്യാശയുണ്ട്. അത് സംഭവിക്കോ, അത് നിവർത്തീകരിക്കപ്പെടോ. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിൽ എനിക്കൊരു ഹോപ്പുണ്ട്. ശാനദന ഹത്തരാദിയ അർദ്ധന രഗതകലി ഹതരാരി അർദ്ധന രഗതകര പ്രവാശിയ അർദ്ധന രഗതകര അംദനേതി അൽധനോ മാരകടകശ പ്രവാനി അർദ്ധന ലഗസ്യ ധരാദിയാദര. എൻ്റെ സഹോദരങ്ങളെ, പൗലോസ് ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോ. അതുകൊണ്ട് എന്താണ് എല്ലാവരും പറയാ, നീ ഇപ്പോഴും ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോണ്ടിരുന്നോ? വാഗ്ദത്തം നടക്കുമെന്ന് പറഞ്ഞിരുന്നോ? ഈ പ്രത്യാശ ഹേതുവായിട്ടത്രേ യഹൂദന്മാർ എന്നെ കുറ്റം ചുമത്തുന്നു. പിന്നെയോ പൗലോസ് പറയുകയാണ്, ഈ പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ചങ്ങല ധരിക്കുന്നത്. ഇന്ന് പകൽ പ്രത്യാശയ്ക്ക് വേണ്ടി വില കൊടുക്കേണ്ടി വന്നാലോ, പ്രത്യാശയിൽ നീ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് ആക്ഷേപം സഹിക്കേണ്ടി വന്നാലോ, ഹോൾഡ് ഓൺ യുവർ ഹോപ്പ്. നിന്റെ പ്രത്യാശ മുറുകെ പിടിക്ക്. വാഗ്ദത്തങ്ങളിൽ പ്രത്യാശ വെക്കണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. സ്തോത്ര. 147 സങ്കീർത്തനം 11 വാക്യത്തിലേക്ക് വരുമ്പോൾ 147:11 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വെക്കുക, ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വെക്കുക. ആമേൻ. എൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ കുറവുകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. പക്ഷെ എൻ്റെ ദൈവം ദയയുള്ളവനാ, എൻ്റെ ദൈവം ദയയുള്ളവനാ. സഹോദരങ്ങളെ, എസ്രാ, നെഹമ്യാവ്, ദാനിയേൽ തുടങ്ങിയവരുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ കേട്ടാൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവേ, നീ ദീർഘക്ഷമയും ദയാസമൃദ്ധിയും കരുണയും മനസ്സലിവും ഉള്ള ദൈവമാകയാൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ വികടമായി നടന്നു, നിന്നെ കോപിപ്പിച്ചു, ആകയാൽ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു. എങ്കിലും കർത്താവേ, നിന്നെ ദയയിൽ ഞങ്ങൾ പ്രത്യാശ വെച്ച് വരുന്നു, ഞങ്ങളെ കൈക്കൊള്ളണമേ. എൻ്റെ സഹോദരങ്ങളെ, അവരുടെ പ്രാർത്ഥനകളെ ദൈവം കൈക്കൊണ്ടു, അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. ഹോപ്പ് ഇൻ ദ മെർസി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വെക്ക്, ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വെക്ക്. ആ വാക്യത്തിൻ്റെ മനോഹാരിത കണ്ടോ? ദൈവത്തെ ഭയപ്പെട്ടാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശയും കൂടെ വെക്കണം. എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളയത്തില്ല, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. ഇളയ പുത്രൻ അപ്പനെ വിട്ട് ദൂരവേ പോയി, പന്നിയുടെ വാള വരെ പോലും കിട്ടാതെ അവൻ വിശന്ന ദിനത്തിൽ അപ്പൻ്റെ കൂലിക്കാർ ശേഷിപ്പിക്കുന്ന ആഹാരത്തെ കുറിച്ച് ഓർത്തോ. പക്ഷേ അവൻ മടങ്ങി വരാൻ അവനെ പ്രേരിപ്പിച്ചത് അപ്പൻ്റെ വീട്ടിലെ സുഭിക്ഷതയല്ല, അവൻ്റെ ജ്യേഷ്ഠൻ അവിടെ നന്നായി കഴിയുന്നുവെന്നുള്ളതല്ല, അവൻ്റെ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നുവെന്നുള്ളതല്ല. പകരം അവനെ മടങ്ങി വരുവാൻ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഞാൻ മടങ്ങി വന്നാൽ എൻ്റെ അപ്പൻ എന്നെ കൈവിടത്തില്ല, ഞാൻ മടങ്ങി വന്നാൽ എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ എൻ്റെ കുറ്റം എൻ്റെ അപ്പനോട് ഏറ്റുപറയോ, അവൻ എന്നെ ക്ഷമിക്കോ, അവൻ എന്നെ കൈക്കൊള്ളോ. ഒരു കൂലിക്കാരനിൽ ഒരുത്തനെ പോലെയെങ്കിലും അവൻ എന്നെ ചേർത്തുകൊള്ളാതിരിക്കത്തില്ല. He had a hope in the mercy of his father. ഇന്ന് പകൽക്കാല ദൈവം നിന്റെ അപ്പനാ, ദൈവം നിന്റെ യജമാനനാ, ദൈവം നിന്നോട് കരുണയുള്ളവനാ, ദൈവം നിന്നോട് മനസ്സലിവുള്ളവനാ, അവൻ ദീർഘമായി ക്ഷമിക്കുന്നവനാ. ഇന്ന് പകൽക്കാല എവിടെയൊക്കെ നിന്റെ താളം തെറ്റിയോ, ദയയിൽ പ്രത്യാശ വെക്ക്, ദയയിൽ പ്രത്യാശ വെക്ക്, ദയയിൽ പ്രത്യാശ വെക്ക്, ദയയിൽ പ്രത്യാശ വെക്ക്. എൻ്റെ നീതിയിൽ എനിക്ക് പ്രത്യാശ വെപ്പാനില്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ നീതി പ്രവർത്തി കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കൊരു തോന്നലുമില്ല. പക്ഷേ എന്നോട് ദയ കാണിക്കുന്ന ഒരപ്പനെ എനിക്കറിയാം, എന്നോട് കരുണയുള്ള ഒരു ദൈവത്തെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ രക്ഷപ്പെടും. അവൻ്റെ ദയയിൽ പ്രത്യാശ വെക്കുക, അവൻ്റെ ദയയിൽ പ്രത്യാശ വെക്കുക. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ദൈവം നിന്നെ തള്ളിക്കളയുമെന്ന് നീ പറയരുത്, ദൈവം നിന്നെ മറന്നു കളയുമെന്ന് നീ പറയരുത്, ദൈവം നിന്നെ ഉപേക്ഷിക്കുമെന്ന് നീ പറയരുത്. രക്തം കൊടുത്ത് നിന്നെ വിലക്കെടുത്തവൻ, ചങ്കിലെ ചോര കൊടുത്ത് നിന്നെ വിലക്ക് വാങ്ങിയവൻ നിന്നെ തള്ളിക്കളയുമെന്ന് നീ പറയരുത്. പകരം ട്രസ്റ്റ് ഇൻ ദ മെർസി ഓഫ് ഗോഡ്, ഹോപ്പ് ഇൻ ദ മെർസി ഓഫ് ഗോഡ്. ഇന്ന് പകൽ നീ ആകട്ടെ, നിന്റെ കുടുംബാംഗമാകട്ടെ, നിന്റെ കുഞ്ഞുങ്ങളാകട്ടെ, നിന്റെ സഹോദരങ്ങളാകട്ടെ, ദൈവത്തെ വിട്ട് അകന്നു പോയവരാകട്ടെ, ദൈവകൃപയിൽ നിന്ന് പിന്മാറി പോയവരാകട്ടെ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ ദയയിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പാപത്തിന്റെ ബഹുത്വത്തെ കണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിന്റെ ദയയിൽ പ്രത്യാശ വെക്കുക, ദൈവത്തിന്റെ ദയയിൽ പ്രത്യാശ വെക്കുക. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവചനം 38:18 അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നുമില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കുഴിയിൽ ഇറങ്ങുന്നവനല്ല ഞാൻ, നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവനാ ഞാൻ, പ്രത്യാശയുടെ മുകളിലോട്ട് പോകുന്നവനാ ഞാൻ. എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ് എൻ്റെ പ്രത്യാശ? അവൻ്റെ വിശ്വസ്തതയിൽ ഞാൻ പ്രത്യാശിക്കുക. മൈ ഹോപ്പ് ഈസ് ഇൻ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഞാൻ പ്രത്യാശ വെക്കുക. ദൈവം വിശ്വസ്തനാണ്. നീ അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ
വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടോ. ചെങ്കടലിന്റെ തീരത്ത് അവർ മോശയോട് ചോദിച്ചോ, ഞങ്ങളെ ഇവിടെ ഇട്ട് കൊല്ലാനാണോ കൊണ്ടുവന്നത്? അവർ മാറയുടെ തീരത്ത് മോശയോട് ചോദിച്ചോ, ഞങ്ങൾ ഇവിടെ കിടന്ന് ദാഹം കൊണ്ട് ചത്തു വീഴണോ? ആമേ. കാദേശിലും സീനായ് മലയുടെ അടിവാരത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ മിസ്രൈമിൽ കിടന്ന് ചത്താ മതിയായിരുന്നോ? കാരണം അവർക്ക് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ഒരു ഉറപ്പില്ലായിരുന്നോ? അവർക്ക് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ഉറപ്പില്ലായിരുന്നോ? അതുകൊണ്ട് ദൈവം പിന്നീട് അവരുടെ അടുക്ക പറഞ്ഞു, എടാ നീയൊക്കെ ഈ മരുഭൂമി കിടന്ന് ചത്താല് നീ ഇറങ്ങി വന്ന കാലത്ത് നിന്റെ കയ്യെ പിടിച്ചോണ്ട് വന്ന കൊച്ചു പിള്ളേരെ നോക്കിയിട്ട് പറഞ്ഞില്ലയോ, ഈ പിള്ളേരെ എല്ലാം ആരെങ്കിലും പിടിച്ചോണ്ട് പോകുക, ഈ പിള്ളേരെല്ലാം ഈ മരുഭൂമി കിടന്ന് ചാകുമെന്ന്. എന്റെ വിശ്വസ്തതയെ കാണിക്കാൻ വേണ്ടി ഈ കൊച്ചുങ്ങളിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ ഈ പിള്ളേരെ മുഴുവനും ഞാൻ വാഗ്ദത്ത കനാനിലെത്തിക്കുക. പിറുപിറുത്ത അവിശ്വാസം പറഞ്ഞ് നിന്നെ ഞാൻ തള്ളിയാല് നിന്റെ തലമുറയെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കുക. കാരണം ലോകത്തിന്റെ മുമ്പാകെ, ജാതികളുടെ മുൻപാകെ ഞാൻ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തുവാൻ എനിക്ക് ആവേശമുണ്ട്. ഇന്ന് പകൽ പറ, ആകാശം മാറിയാല്, ഭൂമി മാറിപ്പോയാല് അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. He is faithful. He is faithful. ഞാൻ നാളുകളെ അഭിമുഖീകരിക്കുക, ഞാൻ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുക, ഞാൻ വെല്ലുവിളികളെ ജയിക്കുക. കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. അവൻ വിശ്വസ്തനാണ്. അവൻ നിന്ന് വീണ വാക്കുകളിൽ ഒന്നിന്റെ പോലും വള്ളിയോ പുള്ളിയോ മാറുകയില്ല. യേശുക്രിസ്തു മുഖാന്തര പിതാവായ ദൈവം അരുളി ചെയ്ത ഒരു വാഗ്ദത്തം പോലും ഒരിക്കൽ ഉവ്വ എന്നും പിന്നൊരിക്കൽ ഇല്ല എന്നും പറയത്തില്ല. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അവൻ ഉവ്വ് എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം അവനോട് ചോദിച്ചാലോ അവൻ ഒന്നേ പറയത്തുള്ളൂ, ഉവ്വ് 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 ഉവ്വ്. അവൻ ഒരിക്കലും മാറ്റി പറയത്തില്ല. അവൻ ഒരിക്കലും മാറ്റി പറയത്തില്ല. വാക്കുമാറാത്ത ദൈവം വിശ്വസ്തനാണ്. വാക്കു മാറ്റി പറയാത്ത ദൈവം വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തത എന്റെ പ്രത്യാശയുടെ അടിസ്ഥാനമാ. ദൈവം വിശ്വസ്തനാണ്. അതരം തുറന്ന് പറ, ആമേ, എനിക്ക് ദൈവത്തിൽ ഒരു പ്രത്യാശയുണ്ട്. കാരണം അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയൊക്കെ നാം പ്രത്യാശിക്കണം. ആമേൻ. നമ്മൾ എന്തു കാരണത്താൽ നമ്മൾ പ്രത്യാശിക്കണം? ആമേൻ. ഒന്ന്, ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് പ്രത്യാശിക്കുക. രണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ച് പ്രത്യാശിക്കുക. മൂന്ന്, ദൈവത്തിന്റെ ദയയെ കണ്ട് പ്രത്യാശിക്കുക. നാല്, ദൈവത്തിന്റെ വിശ്വസ്തതയെ കണ്ട് പ്രത്യാശിക്കുക. പ്രത്യാശയ്ക്ക് കാരണമായിരിക്കുന്ന 4 വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടെ പറയാം. ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് പ്രത്യാശിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കണ്ട് പ്രത്യാശിക്കുക, ദൈവത്തിന്റെ ദയയെ കണ്ട് പ്രത്യാശിക്കുക, ദൈവത്തിന്റെ വിശ്വസ്തതയെ കണ്ട് പ്രത്യാശിക്കുക. അടുത്തതായി ചോദിക്കാം, എന്ത് കിട്ടുമെന്നാണ് പ്രത്യാശ? പ്രത്യാശയാൽ എന്തൊക്കെ ലഭിക്കുക? പ്രത്യാശയാൽ ലഭിക്കുന്ന ചില വിഷയങ്ങളെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തി. പ്രത്യാശയുടെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് എന്ത് ലഭിക്കോ? നീതി ലഭിക്കോ? നീതി ലഭിക്കുക. ഇന്ന് പകൽക്കാലം ലോകം മുഴുവൻ നിനക്കെതിരെ അന്യായത്തിന്റെ ചങ്ങലകൾ നിവർത്തിട്ടാല്, ലോകം മുഴുവൻ നിനക്കെതിരെ വഞ്ചനയുടെ ആയുധങ്ങൾ ഉയർത്തിവെച്ചാല്, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രത്യാശയുടെ പൂർണ്ണത നിനക്ക് നീതി ലഭിക്കുമെന്നുള്ളതായിരിക്കാം. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ നിൽക്കുന്നവൻ സുപ്രീം കോർട്ടിൽ വരെ പോകാൻ ആംബിയറുള്ളവനായിരിക്കും. നിനക്കെതിരെ നിൽക്കുന്നവൻ ലോകത്തിന്റെ സകല നിയമവ്യവസ്ഥകളെയും ഭരണകൂടത്തെയും വിലക്കെടുക്കാൻ കഴിവുള്ളവനായിരിക്കും. നിനക്കെതിരായി നിൽക്കുന്നവൻ വഞ്ചനകളുടെ തലതൊട്ടപ്പനായിരിക്കും. പക്ഷേ വിശ്വസിക്കുന്ന നിനക്ക് നീതി ലഭിക്കും. അത് നിന്റെ പ്രത്യാശയുടെ പൂർണ്ണതയാണ്. ഇന്ന് പകൽക്കാലം നീ അനീതി നേരിടുന്ന, അന്യായം നേരിടുന്ന വിഷയത്തിൽ നീ പ്രത്യാശിക്കുക. ഐ ഷാൽ റിസീവ് എ ജസ്റ്റിസ്. എനിക്കൊരു നീതി ലഭിക്കുക. നീ പ്രത്യാശിക്കുക. ഞാൻ അനീതി കൊണ്ട് മരിക്കത്തില്ല, ഞാൻ അന്യായത്തിന്റെ നടുവിൽ മരിക്കത്തില്ല. എൻ്റെ ദൈവം നീതിയുള്ള
നീതിയുള്ള ന്യായാധിപതിയാ. എൻ്റെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാ. എൻ്റെ വ്യവഹാരം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എൻ്റെ കാര്യം തീർക്കുന്നത് ദൈവമാണ്. ആമേൻ. എൻ്റെ ദൈവം നീതിയുള്ള ന്യായാധിപതി. അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാന നീതിയും ന്യായവുമാണ്. ലോകത്തിലെ സകല കോടതികളും എനിക്കെതിരെ ഒന്നു ചേർന്ന് നിന്ന് വിധി പറഞ്ഞാൽ, ലോകത്തിലെ സകല ഭരണകൂടങ്ങൾ എനിക്കെതിരെ അന്യായത്തിൻ്റെ അരക്കച്ചകൾ മുറിക്കാൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ പൂർത്തീകരണത്തിൽ I shall receive a justice. എനിക്ക് നീതി ലഭിക്കും. ആമേൻ. നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും അഭിഷേകം നൽകിയത് എന്തിനാണെന്നറിയാമോ? നീതി ലഭിക്കുമെന്ന് പ്രത്യാശിക്കാനാ. നീതി ലഭിക്കുക. അഭിഷേകമുള്ള ദൈവ പൈതലേ, ആത്മവ്യാപാരമുള്ള ദൈവ പൈതലേ, ആത്മസഹിത്വമുള്ള ദൈവ പൈതലേ, ആത്മസാന്നിധ്യമുള്ള ദൈവ പൈതലേ, യു ഷാൽ റിസീവ് ജസ്റ്റിസ്. നീതി ലഭിക്കും. നീതി ലഭിക്കുമെന്ന് ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഇന്ന് പകൽ അന്യഭാഷകളിൽ അതരം തുറന്ന് സംസാരിച്ചു പറ, എനിക്ക് നീതി ലഭിക്കുക, എനിക്ക് നീതി ലഭിക്കുക, എനിക്ക് നീതി ലഭിക്കുക. വായി തുറന്ന് വിശ്വാസത്തോടെ പറ, എനിക്ക് നീതി ലഭിക്കുക, എനിക്ക് നീതി ലഭിക്കുക. എൻ്റെ ദൈവ ന്യായാധിപനായ ദൈവമാണ്. സെഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ സ്വർഗം വിളിച്ചു പറഞ്ഞു, ഞാൻ അവരുടെ മധ്യേ ന്യായാധിപനാകുന്നു. ഇന്ന് പകൽ ദൈവം നിനക്ക് ന്യായം തീർക്കോ. ദൈവം നിനക്ക് ന്യായം തീർക്കോ. 20 വർഷത്തെ പ്രവാസത്തിനപ്പുറം ലാബാന്റെ ഗ്രഹത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന യാക്കോബിനെ പിന്തുടർന്ന് പിടിച്ച ലാബാനെ നോക്കി തിരിഞ്ഞു നിന്ന് യാക്കോബ് പറഞ്ഞു, കഴിഞ്ഞ 20 വർഷത്തിൽ നീ 10 പ്രാവശ്യം എന്നെ നേരെ പ്രതിഫലം മാറ്റി, പക്ഷേ കഴിഞ്ഞ രാത്രി ദൈവം എനിക്ക് ന്യായം വിധിച്ചോ. എന്റെ ദൈവം അവൻ നീതി നൽകുന്ന ദൈവമാണ്. നീ എന്നെ വെറുതെ പറഞ്ഞയക്കാൻ പദ്ധതിയിട്ടിരുന്നു, പക്ഷെ കഴിഞ്ഞ രാത്രി ദൈവം എനിക്ക് ന്യായം വിധിച്ചു. നീതി ലഭിക്കുമെന്ന പ്രത്യാശ നിവർത്തി. നീതി ലഭിക്കുമെന്ന് പ്രത്യാശിക്കുക. അത്തരം തുറന്ന് പറ, നീതി ലഭിക്കാം. ഒന്ന്, നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ. അടുത്തതായി യെരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെരമ്യാവിന്റെ പുസ്തകം 29:11 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. വീണ്ടും 31:17 വരുമ്പോൾ, യെരമ്യാ 31:17 വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ആ വാക്യത്തെ സ്വീകരിക്കുന്ന ദൈവമക്കൾ, ആ വാക്യത്തെ സ്വന്തമാക്കുന്ന ദൈവമക്കൾ, ആ വാക്യത്തെ നിങ്ങളുടേതാക്കി എന്ന് പറഞ്ഞേ, ആ വാക്യത്തെ നിങ്ങളുടേതാക്കി എന്ന് പറഞ്ഞേ. നിങ്ങളുടേതാണ് ആ വാക്യമെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയോ? എൻ്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്, എൻ്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്, എൻ്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന കൊച്ചു മക്കളെല്ലാം അതരം തുറന്ന് പറഞ്ഞേ, എൻ്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഒരു പക്ഷേ ഈ വാക്യത്തിന്റെ ആഘാതത നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ വായി തുറന്ന് പറഞ്ഞേ, എൻ്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്, എൻ്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഇന്ന് നിന്റെ മാർക്ക് ലിസ്റ്റ് മൊട്ടയായിരിക്കാം, ഇന്ന് നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ ചുമന്ന മഷിയായിരിക്കാം, പക്ഷെ നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഇന്ന് നീ എഡ്യൂക്കേഷനിൽ ഏറ്റവും പുറകിലായിരിക്കാം, ഇന്ന് നിനക്ക് ക്ലാസ്സിൽ അറ്റൻഷൻ ഡിസോർഡർ ഉണ്ടായിരിക്കാം, ഇന്ന് നിനക്ക് ക്ലാസ്സിൽ മെമ്മറി ലോസ് ഉണ്ടായിരിക്കാം, എല്ലാ പ്രശ്നങ്ങളും നിനക്കുണ്ടായിരിക്കാം, പക്ഷേ നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഇന്നലകളിൽ നിനക്ക് പ്രശ്നമുണ്ടായിരുന്നു, പക്ഷെ നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയോ, എൻ്റെ ശുശ്രൂഷയുടെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. അമ്മേ, എൻ്റെ നാളെയെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. മക്കളെ വളർത്തുന്ന അമ്മയപ്പന്മാർ പറ, എൻ്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. കുടുംബജീവിതം ചെയ്യുന്നവർ പറ, എൻ്റെ കുടുംബജീവിതത്തെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. നീ പ്രത്യാശയില്ലാതെ ജീവിക്കരുത്. നിന്റെ ഭാവിയെ കുറിച്ച് നിനക്കൊരു പ്രത്യാശയുണ്ടാകണം. നിന്റെ വ്യവഹാരത്തിൽ നിനക്കൊരു പ്രത്യാശയുണ്ടായിരിക്കണം. നിന്റെ ഭാവിയെ കുറിച്ച് നിനക്ക് പ്രത്യാശയുണ്ടാകണം. അടുത്തതായി 2 കൊരിന്ത്യർ 1:7 കടന്നു വരുമ്പോൾ, ഒരു മനുഷ്യൻ എന്തിൽ പ്രത്യാശയുണ്ടാകണം? ഒന്ന്, ഒരു മനുഷ്യന് അവന്റെ വ്യവഹാര
വ്യവഹാരങ്ങളിൽ ഒരു പ്രത്യാശയുണ്ടാകണം. 2, അവൻ്റെ ഭാവിയിൽ അവനൊരു പ്രത്യാശയുണ്ടാകണം. 3, 2 കൊരിന്ത്യർ 1:7 ആ വാക്യത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ. അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ്, അച്ഛനെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്, സാറിനെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് എന്നോടൊന്നും പറയണ്ട, നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ അടുക്കലും പറയണ്ട, വീട്ടിൽ പോയി നിങ്ങളുടെ ഭാര്യയുടെ അടുക്ക പറയണം, എന്തോ പറഞ്ഞാലും നീ നന്നാവത്തില്ല, പട്ടിയുടെ വാല് 12 കാലം കുഴലിലിട്ടതുപോലെയല്ലേ. അങ്ങനെയാണോ പറയേണ്ടത്? അല്ല, നിന്നെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് നിന്റെ ശരീരം ബലഹീനമാണെങ്കിലോ മോളെ നിനക്ക് ആരോഗ്യം വരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം, എന്തോത്തിനാണോ ഇവനെ വളർത്തുന്നത്, നീയൊന്നും വയസ്സാങ്കാലത്ത് തന്നെ നോക്കത്തില്ലെന്ന് അല്ലേലും എനിക്കറിയാം. അങ്ങനെയല്ല പറയേണ്ടത്. നിന്റെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവമേ, ഈ പിള്ളേരെ ഞാൻ എന്തോ ചെയ്യുമോ, വല്ല ആടിനെ മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നോ? അല്ലല്ലോ, നിന്റെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. നിന്റെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ. ആമേൻ. നിന്റെ പ്രത്യാശ നിന്റെ മക്കൾക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യും. നിന്റെ പ്രത്യാശ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യും. നിന്റെ പ്രത്യാശ നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യും. എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ. അടുത്തിരിക്കുന്നവരെ തൊട്ട് വിളിച്ചിട്ട് പറ, എല്ലാം ശരിയാകുമെന്ന് പറ, എല്ലാം ശരിയാകുമെന്ന് പറ, എല്ലാം അനുഗ്രഹമാകുമെന്ന് പറ, എല്ലാം മാന്യതയാകുമെന്ന് പറ. വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറ. അതാണ് അടുത്തിരിക്കുന്ന ആളെ കുറിച്ച് നമുക്കെന്നുണ്ടാകണം, ഒരു പ്രത്യാശയുണ്ടാകണം. ആരുടെയെങ്കിലും രോഗം കേൾക്കുമ്പോൾ വീട്ടിൽ ചെന്ന് കഷ്ടമായിപ്പോയി, ഇനി 3 മാസം കിടക്കെ കാണത്തുള്ളായിരിക്കും പറയരുത്. അപരനു വേണ്ടി പ്രത്യാശയോടെ സംസാരിക്കുക, കൂട്ടുവിശ്വാസിക്ക് വേണ്ടി പ്രത്യാശയോടെ സംസാരിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകിയ പാസ്റ്ററിന് വേണ്ടി പ്രത്യാശയോടെ സംസാരിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകിയ കുടുംബത്തിന് വേണ്ടി പ്രത്യാശയോടെ സംസാരിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകിയ സഭയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ സംസാരിക്കുക. ദൈവമേ, എന്തോ ഒരു കാലമെന്നറിയത്തില്ല, ഈ സഭയൊക്കെ ഇനി എത്ര കാലം ഉണ്ടാകുമെന്നറിയത്തില്ല. നോ, നീ പറയണം, കർത്താവിൻ്റെ വരവ് വരെയോ എൻ്റെ സഭ വിശാലപ്പെട്ടുകൊണ്ടേയിരിക്കോ. എത്ര പേർ പറയോ, കർത്താവേ, ഇതെന്തോ ഒരു കാലമാ, ഈ ലോകമൊക്കെ അങ്ങ് നശിച്ചു, നാറാണക്കല്ലായി. നീ അങ്ങനെയല്ല പറയേണ്ടത്. എൻ്റെ ദൈവം എൻ്റെ ദേശത്തിൽ ഒരു വലിയ ഉണർവ് വരുത്താൻ പോകുന്നെന്ന് പറയണ. സ്പീക്ക് ഫ്രം ദ ഹോപ്പ്. പ്രത്യാശക്കകത്തുനിന്ന് സംസാരിക്കുക. സഭ മുടിയുമെന്ന് പറയരുത്, സഭ നശിക്കുമെന്ന് പറയരുത്, പാസ്റ്റർമാർ നശിക്കുമെന്ന് പറയരുത്, കുടുംബം നശിക്കുമെന്ന് പറയരുത്, വിശ്വാസികൾ നശിക്കുമെന്ന് പറയരുത്. പകരം പറ പറ പറ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യാശ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യാശ. എൻ്റെ പ്രത്യാശ ഞാൻ നിനക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുക, എൻ്റെ പ്രത്യാശ ഞാൻ നിനക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുക. ആമേൻ. ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ ദിവസവും ചെയ്യുന്ന ശുശ്രൂഷ അതാണ്. ഞങ്ങൾക്ക് ദൈവത്തിലുള്ള പ്രത്യാശ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ മേൽ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നന്മ ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരിലൊരു വിശുദ്ധിയുടെ ആത്മാവ് വ്യാപരിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കണ്ടോ, ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുക. അതാണ് പുതിയ നിയമ ശുശ്രൂഷ, അതാണ് പുതിയ നിയമ ശുശ്രൂഷ. പക്ഷേ ഇന്ന് പലരും അവരുടെ നിരാശ മറ്റുള്ളവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക, അവരുടെ പിറുപിറുപ്പ് മറ്റുള്ളവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ അകത്ത് നിരാശ കിടപ്പുണ്ടെങ്കിൽ വെള്ളം കുടിച്ചതങ്ങ് ഇറക്കിക്കോണം. വേറൊരുത്തനോട് നിരാശയുടെ വാക്ക് പറയരുത്, 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 പറയരുത്. ഞാൻ നിരാശ പറയത്തില്ലെന്ന് പറഞ്ഞേ, ഞാൻ നിരാശ പറയത്തില്ലെന്ന് പറഞ്ഞേ, ഞാൻ നിരാശ പറയത്തില്ലെന്ന് ഉറക്കെ പറഞ്ഞേ, ഞാൻ നിരാശ പറയത്തില്ലെന്ന്. അടുത്തിരിക്കുന്നവരെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞേ, നിരാശയുടെ വാക്ക് പറയില്ലെന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്നവരെ വിളിച്ചിട്ട് പറഞ്ഞേ, മുഖത്ത് നോക്കി പറ, നിരാശ പറയില്ലെന്ന് പറ, നിരാശ പറയരുതെന്ന് അടുത്തിരിക്കുന്നവരെ വിളിച്ചു പറ. നിന്റെ അകത്തൊരു ഉപദേഷ്ടാവുണ്ട്, നിന്റെ അകത്തൊരു കൃപാവരമുണ്ട്, നിന്റെ അകത്തൊരു അധികാരമുണ്ട്. അടുത്തിരിക്കുന്നവരെ തൊട്ട് വിളിച്ചിട്ട് പറ, അവന്റെ അകത്തൊരു നിരാശയുടെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഈ സമയം അത് വെളിയിൽ പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭയെ നശിപ്പിക്കുന്ന കുടുംബങ്ങളെ
കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, തലമുറകളെ നശിപ്പിക്കുന്ന സകല നിരാശയുടെ സ്പിരിറ്റുകളോ, നിരാശയുടെ വാക്കുകളോ യേശുവിന്റെ നാമത്തിൽ ഞാൻ കട്ട് ഡൗൺ ചെയ്യുന്നു. റംബലഗട ഗന്ധരമന മൗഡാര അർദ്ധാന മാഷാര രഗദാനി അർദ്ധലമന കടബംബര ബൗഡാര അർദ്ധനമന മന 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 മൗഷാര അർദ്ധനമന മന 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 ബൗഡാര ധനധാരി ഉർധോന ശബരാധി. ഒന്ന്, വ്യവഹാരങ്ങളിൽ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കണം. രണ്ട്, ഭാവിയെക്കുറിച്ച് വിശ്വസിക്കണം, വ്യവഹാരങ്ങളിൽ നീതി ലഭിക്കുമെന്ന് പ്രത്യാശിക്കണം. രണ്ട്, ഭാവിയെക്കുറിച്ച് പ്രത്യാശിക്കണം. മൂന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യാശിക്കണം. നാല്, റോമാലേഖനം 8-ാം അധ്യായം 25-ാം വാക്യം, അതിൻ്റെ ആരംഭ ഭാഗം നമ്മൾ ധ്യാനിച്ചതാ. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരാം. റോമർ 8:25 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. അപ്പൊ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? 1996 കണ്ടതാണോ പ്രത്യാശ? അല്ല. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ചിലത് ഞാൻ കാണാൻ പോകുന്നു, അതാണ് പ്രത്യാശ. അങ്ങനെയെങ്കിൽ പ്രത്യാശയുള്ളവൻ സംസാരിക്കുന്നതൊക്കെ എന്തിനെ കുറിച്ചായിരിക്കും? പ്രത്യാശയുള്ളവൻ സംസാരിക്കുന്നതൊക്കെ കാണാത്തതിനെ കുറിച്ച്. 96 ഞങ്ങൾക്കന്ന് 10 സെന്റ് വസ്തു ഉണ്ടായിരുന്നു. സെന്റ് 500 രൂപയ്ക്ക് വിറ്റ് 5000 രൂപ കിട്ടി. ഇന്നത് വിറ്റിരുന്നെങ്കിൽ സെന്റിന് 25 ലക്ഷം രൂപ വെച്ച് 2.5 കോടി രൂപ കിട്ടിയനെ. നീ പറയുന്നത് പ്രത്യാശയാണോ? അല്ല. നീ പറഞ്ഞത് കണ്ട കാര്യമാ. ഷോ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കൺവെൻഷന് പോയപ്പോൾ എന്തുവായിരുന്നു? നീ സംസാരിക്കുന്നതൊക്കെ കണ്ടതാണോ കാണാത്തതാണോ? ഇന്നലകളിൽ കണ്ടതിലും അപ്പുറമായി ഇതുവരെയും ലോകം കാണാത്തത് ചിലത് കാണുമെന്ന് പറ. നിന്റെ പ്രത്യാശ സംസാരിക്കട്ടെ നിന്റെ അകത്തുനിന്ന്. കണ്ടതും കേട്ടതും പറയുന്നവനല്ല പ്രത്യാശ, കാണാത്തതും കേൾക്കാത്തതും. ഇന്നലകളിലെ ഉണർവിനെ കുറിച്ചല്ല നാം പറയേണ്ടത്, സംഭവിക്കാൻ പോകുന്ന ഉണർവുകളെ കുറിച്ച്. നിന്റെ അപ്പച്ചൻ്റെ കാലത്തുള്ള പ്രവാചകന്മാരെ കുറിച്ചല്ല നീ സംസാരിക്കേണ്ടത്, നിന്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഹേയ്, എൻ്റെ വലിയപ്പച്ചൻ പാസ്റ്ററായിരുന്നല്ല നീ പറയേണ്ടത്. അടുത്ത കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ എൻ്റെ മകനാണെന്ന് പറയണം. അടുത്ത സീസണിലെ ക്രൂസൈഡുകൾ മുഴുവൻ ദേ എൻ്റെ വീട്ടിൽ വള്ളി നിക്കറിട്ടിരിക്കുന്ന ഈ കൊച്ചി ഇറക്കനാ ഈ ദേശത്തെ ഇളക്കാൻ പോകുന്നത്. വരും കാലത്ത് ഭൂതങ്ങളെ മുഴുവൻ പുറത്താക്കാൻ പോകുന്നത് ദേ ഈ നിക്കറിട്ട് നിൽക്കുന്ന ഈ കൊച്ചി ഇറക്കനാണെന്ന് പറ. എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ച ഭൂതമൊക്കെ ഒന്ന് അനങ്ങുമായിരുന്നു. നോ, അതല്ല പ്രത്യാശ. നാളുകളിൽ എൻ്റെ കൊച്ചെഴുന്നേറ്റ് നിൽക്കും, അവൻ പ്രാർത്ഥിക്കും, അവൻ കൈ നീട്ടും, വലിയ വിടുതലുകൾ സംഭവിക്കും. കാണാത്തതിനെ സംസാരിക്കുക. കണ്ട അപ്പച്ചൻ്റെ ചരിത്രം പറയാതിരിക്കുക. കാണാത്ത കുഞ്ഞുങ്ങളുടെ ജനറേഷൻ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് പറ. ഇന്ന് പകൽ പറ, എൻ്റെ കുഞ്ഞുങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറ. എൻ്റെ കുഞ്ഞുങ്ങൾ അതിശയം ചെയ്യുമെന്ന് പറ. എൻ്റെ കുഞ്ഞുങ്ങൾ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യുമെന്ന് പറ. എൻ്റെ കുഞ്ഞുങ്ങൾ തലമുറയെ മാറ്റിമറിക്കുമെന്ന് പറ. എൻ്റെ കുഞ്ഞുങ്ങൾ അസാധാരണമായത് ചെയ്യുമെന്ന് പറ. Jesus. ആമേൻ. കാണാത്തതിന് വേണ്ടി പ്രത്യാശിക്കണം. 2-3 മിനിറ്റിൽ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്: ഹോഷ്കില്ലാത്ത ദൈവം സകലകാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ. ഓ, ദ ഗ്ലോറിയസ് ഹോപ്പ്. മഹത്വകരമായ പ്രത്യാശ. എന്താണ് ആ പ്രത്യാശ? നിത്യജീവന്റെ പ്രത്യാശ. മരണത്തിന് ഒതുക്കാൻ കഴിയാത്തൊരു ജീവൻ എൻ്റെ അകത്ത് കിടപ്പുണ്ട്. നിത്യജീവന്റെ പ്രത്യാശ. ആമേൻ. കർത്താവ് നമുക്ക് നൽകുന്നതെല്ലാം എന്താണെന്നറിയാമോ? ദൈവം നൽകുന്ന എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് പ്രിഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു വാക്കാണ് നിത്യ എന്നുള്ളത്. നിത്യ ദൈവം, നിത്യ സ്നേഹം, നിത്യരക്ഷ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ആമേൻ. ദൈവം നൽകുന്നത് ഒരു സംഗതി പോലും എന്തുണ്ടെന്നറിയാമോ? ആമേൻ. സീസണിലില്ല. എവറിത്തിങ് ഈസ് ഇറ്റേണൽ. ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം നിത്യനായിരിക്കുന്നത് കൊണ്ട് അവൻ നൽകുന്നത് മുഴുവൻ നിത്യമാണ്. അങ്ങനെയെങ്കിൽ മരണത്തിന്
മരണത്തിന് കീഴടക്കാൻ കഴിയാത്ത നിത്യജീവൻ്റെ പ്രത്യാശ ഹേതുവായി. ഈ നിത്യജീവൻ്റെ പ്രത്യാശയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിനെ രണ്ടായി പഠിക്കണം. ഒന്ന്, നിത്യജീവൻ്റെ പ്രത്യാശയുടെ ഒന്നാമത്തെ ഭാഗം സംഭവിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. നിത്യജീവൻ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് നിത്യജീവൻ്റെ ഒന്നാമത്തെ പ്രത്യാശ. നിത്യജീവൻ്റെ രണ്ടാമത്തെ പ്രത്യാശ അതിനോട് ചേർന്ന് പറയുകയാണ്, ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. ഇറ്റേണൽ കിങ്ഡം. ആമേൻ. നിത്യജീവന്റെ പ്രത്യാശ രണ്ട് തലത്തിലാണ്. അതിൻ്റെ ഒന്ന് റാപ്ചറാണ്, രണ്ട് നിത്യത, ഇറ്റേണൽ കിങ്ഡമാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിരിക്കുക. അപ്പോൾ ഒരു ചോദ്യം വരാം, എങ്ങനെ ഈ പ്രത്യാശ ഉണ്ടാക്കും? എങ്ങനെ ഈ പ്രത്യാശ ഉണ്ടാക്കും? പ്രസംഗം കേട്ടോണ്ടൊന്നും അങ്ങനെങ്ങ് പ്രത്യാശയൊന്നും ഉണ്ടാകത്തില്ല. പ്രത്യാശ ഉണ്ടാക്കാനുള്ള 3 കാര്യങ്ങൾ പറയാം. വിലാപങ്ങളുടെ പുസ്തകം 3:21 അവിടെ പറയുകയാണ്, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ജീവിതത്തിൽ ഓർക്കണം. എന്തോ ഓർക്കേണ്ടത്? നാളെയോ കല്യാണത്തിന് വെച്ച് അവൾ എന്നോട് മുഖം വീർപ്പിച്ച് കാണിച്ചത് മറക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ ദാസനെ ഞാൻ മറക്കത്തില്ല കേട്ടോ, ഞാൻ മറക്കത്തില്ല, മറക്കാൻ പറ്റത്തില്ല. എന്തോ മറക്കാൻ പറ്റാത്ത? അവൻ പറഞ്ഞതും അവൾ നോക്കിയതും ഇതൊക്കെയാ മറക്കാൻ പറ്റാത്ത. അയ്യോ, അന്നത്തെ ദിവസം ഞാൻ മറക്കത്തില്ല. അവിടെ കൂടെ കാറെ കയറി ഒന്ന് പോയി, എൻ്റെ കർത്താവിൻ്റെ ദാസനെ ഞാൻ മറക്കത്തില്ല പോക്ക്. ഇത് ഓർത്തുകൊണ്ടിരുന്നിട്ട് ഒരു 55 പൈസയുടെ പ്രയോജനം പോലും ഇല്ല. ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളെ, ദൈവത്തിൻ്റെ മഹത്വങ്ങളെ ഓർക്കുക. ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുക. Remember the works of God. 2, അതേ അധ്യായത്തിൻ്റെ വിലാപങ്ങൾ 3:24 വരുമ്പോൾ അവിടെ പറയുകയാണ്, യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു. അന്യനല്ലവനെനിക്ക്, ദൈവം എനിക്ക് അന്യനല്ല. ദൈവം എൻ്റെ ഓഹരിയാണ്, അതെനിക്ക് കിട്ടേണ്ടിയതാ. ദൈവം എൻ്റെ ഓഹരിയാണ്, ദൈവം എൻ്റേതാ, എൻ്റെ വകയാണ്. ആമേൻ. ദൈവത്തെ സ്വന്തമായി കണ്ടു കഴിഞ്ഞാൽ, ദൈവത്തെ സ്വന്തമായി കണ്ടു കഴിഞ്ഞാൽ പ്രത്യാശ എന്തോ ചെയ്യുമെന്നറിയാമോ? ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ജനറേറ്റ് ആകും. പലപ്പോഴും ദൈവത്തെ നമ്മൾ പലപ്പോഴും പറയുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായുള്ളോവേ, ഇസ്രായേലിൻ്റെ ദൈവമായുള്ളോവേ, ആട്ടിൻകൂട്ടത്തെ പോലെ യോസെഫിനെ നടത്തിയ ദൈവമായുള്ളോവേ. ഇത്രയൊക്കെ വിശാലമായി പറയുന്നതിന് എൻ്റെ ദൈവമേ എന്നങ്ങ് പറഞ്ഞാൽ പോരെ. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ മതി. അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും ഒക്കെ സെക്കൻഡറി. പ്രൈമറി ആയി പറ, ഹീസ് മൈ ഗോഡ്. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ആമേൻ. ഈ ദൈവം എൻ്റെ ദൈവം. തലമുറ തലമുറയായി ദൈവമേ നീ ഞങ്ങളുടേതാകുന്നു, നീ ഞങ്ങളുടേതാകുന്നു, നീ ഞങ്ങളുടേതാകുന്നു. ബഥേലിൽ വെച്ച് ദൈവം യാക്കോബിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാക്കോബ്, നമ്മൾ തമ്മിൽ പരിചയമില്ല, ഞാൻ നിൻ്റെ അപ്പനായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. യാക്കോബ് പറഞ്ഞു, പോകുന്ന വഴിയല്ല എന്നെ തിരിച്ചു കൊണ്ടുവരാമെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ ദൈവമായിട്ട് ഇങ്ങോട്ട് അംഗീകരിക്കാമെന്ന് പറഞ്ഞു. ദൈവം ഇങ്ങോട്ട് വന്ന് പറയുക, ഐ വിൽ ബി യുവർ പൊസഷൻ, ഞാൻ നിൻ്റെ ദൈവമായിരിക്കാം. എന്നിട്ട് നമ്മൾ ഇന്നും സഭാരാധനയ്ക്ക് പ്രാർത്ഥിക്കുക, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായുള്ളോവേ. സ്വർഗത്തിരുന്ന് ദൈവം ചോദിക്കുക, ഞാൻ പിന്നെ നിൻ്റെ ആരാ? ഞാൻ പിന്നെ നിൻ്റെ ആരാ? പ്രാർത്ഥിച്ചു പഠിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. നമ്മളെല്ലാവരും തോമാസ് ലീഹയെ കുറ്റം പറയുക, അവിശ്വാസി 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 അവിശ്വാസിയാണെന്ന്. പക്ഷേ അദ്ദേഹം വിളിച്ച ഒരു വിളിയുണ്ട്, മൈ ലോർഡ് മൈ ഗോഡ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ.
യേശുവിനെ ദൈവമെന്ന് വിളിക്കുന്ന ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിനെ ദൈവമെന്ന് വായ് കൊണ്ട് ഉറക്ക വിളിക്കുന്ന ആദ്യത്തെ വ്യക്തി തോമസാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ലാസറിനെ ഉയർപ്പിച്ച ദൈവമല്ലേ, ലാസറിൻ്റെ ദൈവമല്ലേ, മാർത്തയുടെ ദൈവമല്ലേ, കുഷ്ഠരോഗിയുടെ ദൈവമല്ലേ, മറിയയുടെ ദൈവമല്ലേ, മറിയയുടെ മാർത്തയുടെ ഒക്കെ ദൈവമുള്ളത് അതൊക്കെ സെക്കൻഡറി. ഹി ഈസ് മൈ ഗോഡ്, ഹി ഈസ് മൈ ഗോഡ്, ഹി ഈസ് മൈ ഗോഡ്. അമ്മേ, നമ്മുടെ മധ്യ തിരുവിതാംകൂറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയായിരുന്നാലും, ഈ ഭാര്യമാരൊക്കെ എല്ലാ പ്രായത്തിൽ മുതിർന്നവരെ എല്ലാവരെയും ഒന്നുകിൽ അച്ചായെന്ന് വിളിക്കും, അല്ലെ ചേട്ടാന്ന് വിളിക്കും. പക്ഷെങ്കിൽ രണ്ട് പുരുഷന്മാരുടെ കാര്യം പറയുകയാണ്. ആ അച്ചാനോട് എൻ്റെ അച്ചാൻ പറഞ്ഞു, ആ ചേട്ടനോട് എൻ്റെ ചേട്ടൻ പറഞ്ഞു. ഇതാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. നീ എൻ്റെ ഓഹരിയാ. ആമേൻ. വേറെ ഏതെങ്കിലും പ്രായത്തിൽ മൂത്തവരെ എൻ്റെ അച്ചാനും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സാധാരണ ഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ കെട്ടിയവനെ മാത്രമേ നിങ്ങൾ എന്ത് പറയത്തുള്ളൂ? എൻ്റെ ചേട്ടൻ, എൻ്റെ അച്ഛനെന്ന് പറയത്തുള്ളൂ. ഇതാണ് ദൈവം. യഹോവ എൻ്റെ ഓഹരി. ദൈവമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാണ്. ഹീ ഈസ് മൈ ഗോഡ്. ദൈവം എൻ്റെ ദൈവമാണ്, ദൈവം എൻ്റെ ദൈവമാണ്, ഈ ദൈവം എൻ്റെ ദൈവം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഓർത്താൽ നമുക്ക് ദൈവത്തെ പ്രത്യാശിക്കാൻ കഴിയും. രണ്ട്, ദൈവത്തെ നമ്മുടെ സ്വന്തമാക്കണം. മൂന്ന്, കൊരിന്ത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ 13:7 സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം അകത്ത് വന്നാൽ സ്നേഹമെല്ലാം പൊറുക്കും, സ്നേഹമെല്ലാം വിശ്വസിക്കും, സ്നേഹമെല്ലാം പ്രത്യാശിക്കും. ദൈവസ്നേഹം അകത്ത് വന്നാൽ, അഭിഷേകം അകത്ത് വന്നാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകത്ത് വന്നാൽ എല്ലാറ്റിലും നമുക്ക് പ്രത്യാശിക്കാൻ കഴിയും. ജീസസ്. മലയാളത്തിൽ ഒരു വാക്യം തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പത്രോസിൻ്റെ 1 ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിനെന്ന. പക്ഷേ അതിൻ്റെ ട്രൂ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്, and hope to the end for the grace. Hope to the end for the grace. എവിടെ വരെ പ്രത്യാശിക്കണം? എവിടെ വരെ പ്രത്യാശിക്കണം? Hope to the end. Hope to the end. ഇന്ന് പകൽ പ്രതിസന്ധിയുടെ ആദ്യത്തെ എപ്പിസോഡിലാണ് നിൽക്കുന്നതെങ്കിലും ബി ഹോപ്പ്ഫുൾ. നടുക്കടലിലാണ് നിൽക്കുന്നതെങ്കിലും ബി ഹോപ്പ്ഫുൾ. പ്രതീക്ഷയുടെ അവസാന തിരിയും കിട്ടു, അവസാന വള്ളിയും മുറിഞ്ഞു. നിഗതികേടിൻ്റെ ഏറ്റവും അവസാനത്തെ കച്ചിത്തുരുമ്പിലാണെങ്കിലും ഹോപ്പ് ടു ദ എൻഡ്. ഇന്ന് പകൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നെ. ശബ്ദരാധി നന്മ പ്രാപിക്കും തിന്മ തൊടുകയിൽ. ഇന്ന് പകൽ ഒരു നിമിഷം നിങ്ങൾ എഴുന്നേറ്റ് നിന്നെ. നിങ്ങളുടെ ബൈബിളുകളെ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വെച്ചേ, തറയിലല്ല, ബൈബിളുകൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വെച്ചേ. ഒരു നിമിഷം ആ ഇരിപ്പിടങ്ങളിൽ നിന്നുകൊണ്ട് ഹോപ്പ് ടു ദ എൻഡ്, അവസാനത്തോളം പ്രത്യാശിക്കണം. ഒരു ശ്വാസം അകത്ത് കിടപ്പുണ്ടോ? ഒരു ശ്വാസം. എല്ലാം പോയി, പണം പോയി, മാന്യത പോയി, വിദ്യാഭ്യാസം പോയി, കൂട്ടുകാർ പോയി, കുടുംബക്കാർ പോയി, എല്ലാം പോയി, സത്യവാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവസാനം ഒരു ശ്വാസം അകത്ത് കിടപ്പുണ്ടോ? ഒരു ശ്വാസം അകത്ത് കിടന്നുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ഇവിടെ വന്നത്. പഴയ വിശ്വാസമില്ല, ഉറപ്പില്ല, ധൈര്യമില്ല, എല്ലാം പോയി. പക്ഷെ ഇവിടെ വരെ വരാനുള്ള ഒരു തോന്നലുണ്ടായിരുന്നല്ലോ. ദിസ് മേ ബി ദ ലാസ്റ്റ് എപ്പിസോഡ്. ഇതെന്റെ അവസാനത്തെ വരവാണെന്ന് പറഞ്ഞായിരിക്കും വന്നിരിക്കുന്നത്. ബട്ട് ഹോപ്പ് ടു ദ എൻഡ്. ഇന്ന് പകൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണെങ്കിലും പറ, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ക്യാൻസറിന്റെ 12ാമത്തെ സ്റ്റേജ് എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ. നിന്റെ ക്രിയാറ്റിൻ 10 കഴിഞ്ഞ് 25 പോയി നിൽക്കട്ടെ. ഹോപ്പ് ടു ദ എൻഡ്. ഹോപ്പ് ടു ദ എൻഡ്. ഹോപ്പ് ടു ദ എൻഡ്. നിന്റെ ഹാർട്ട് 5% ഇടിക്കുന്നുള്ളെന്ന് ലോകം പറയട്ടെ. ഹോപ്പ് ടു ദ എൻഡ്. നിന്റെ മക്കളെ ഇനി നാട്ടിൽ ഒരു സ്കൂളിലും പഠിപ്പിക്കാനില്ലായിരിക്കും. പക്ഷെ ഹോപ്പ് ടു ദ എൻഡ്. നീ എല്ലായിടവും ജോലിക്ക് കൊടുത്ത് ഇനി ഒരു രക്ഷയില്ലായിരിക്കും, ജപ്തി മാത്രമേ വഴിയുള്ളായിരിക്കും. ഹോപ്പ് ടു ദ എൻഡ്. ഹോപ്പ് ടു ദ എൻഡ്. അവസാനം കച്ചിത്തുരുമ്പ് അറ്റുപോകുന്നിടം വരെ ഞാൻ പ്രത്യാശിക്കും.
കുഴിയിൽ എന്നെ വലിച്ചെറിഞ്ഞാലും അവിടെ ഞാൻ പ്രത്യാശിക്കാം. അത്തരം തുറന്ന് പറ, ഞാൻ പരാജയപ്പെടത്തില്ലെന്ന് പറ. അർത്ഥനമന ശവപ്രവാനി, ഞാൻ നാണം കിടപ്പില്ലെന്ന് പറ. എന്റെ ദൈവം എനിക്കൊരു അത്ഭുതം ചെയ്യാൻ പോവാണെന്ന് പറ. അത്തരം തുറന്ന് പറ. കരമടിച്ച് ഒരു നിമിഷം ആ പ്രത്യാശയിൽ ശബ്ദമുയർത്തിയ റബക ശമര ഹത്തനാദിയ